ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹിസ്റ്റോറിക്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള ഒരു അധ്യായമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്ക് ചരിത്രമില്ല, ഇന്ത്യ ഈസ് എ സ്റ്റാഗ്നന്റ് സൊസൈറ്റി, അഹിസ്റ്റോറിക്കൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിരുന്ന ഒരു സമയത്ത് ഇന്ത്യയുടെ ചരിത്രം ഏതാണ്ട് ഒരു 5000 വർഷം ബാക്കിലേക്ക് തള്ളിക്കൊണ്ടുപോയിട്ടില്ല. ഒരു 2000 BC, 2500 BC വരെയൊക്കെ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു ഇവന്റാണ് ശരിക്കും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും മസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി ചർച്ച ചെയ്യാം. നെറ്റ് എക്സാമിന്റെ ആസ്പെക്റ്റില് ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്ന് വെച്ചാൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒറിജിൻ തിയറീസ് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അതിന്റെ ഡീക്ലൈൻ തിയറീസ് ആരൊക്കെയാണ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് തിയറി എന്നുള്ള രീതിയിൽ. പിന്നെ ഇൻഡസ് വാലി സൈറ്റുകളുടെ ഫീച്ചേഴ്സ്, ഓരോ പ്രത്യേകം ഐറ്റംസ് അല്ലെങ്കിൽ പ്രത്യേകം ഫീച്ചേഴ്സ് ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ പ്രത്യേകം ടൂൾസ്, പ്രത്യേകം പർട്ടിക്കുലർ തിങ്സ് കണ്ടെത്തിയത് ഏത് സൈറ്റിൽ നിന്നാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് പൊതുവെ വരാറുള്ളത്. സോ നമുക്ക് എന്തായാലും അതിനെ പറ്റിയുള്ള ഡിസ്കഷൻ നടത്താം. ആൻഡ് ഇത് നെറ്റ് എക്സാം എന്ന് മാത്രമല്ല, മറ്റെല്ലാ എക്സാമുകൾക്കും, നമ്മുടെ സെറ്റ് എക്സാം ആവട്ടെ, HST ആവട്ടെ, HSA ആവട്ടെ, ആൻഡ് ടെറ്റ് പോലത്തെ എക്സാം ആവട്ടെ, ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നെറ്റ് എക്സാമിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കണമെങ്കിൽ, മറ്റുള്ള എക്സാമുകളിൽ അതിനേക്കാളും ബേസിലുള്ള പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്താണ് ദിൽമൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മക്കൻ എന്ന് പറയുന്നത് എന്താണ്, ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ, ഹരിയപുര എന്ന് പറയുന്നത് എവിടെയാണ്, ഈ രീതിയിലൊക്കെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. സോ അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു അവർ ഡിസ്കഷൻ. നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതിനെ തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, ബേസിക് ആണ്, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ദിസ് പെർട്ടിക്കുലർ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഓൺ ദ വാലീസ് ഓഫ് റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഇൻഡസ് മാത്രമല്ല, ഇൻഡസും അതിന്റെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ അതിന്റെ കൈവഴികൾ എന്നല്ലേ പറയാ, ആ ഒരു റിവേഴ്സിന്റെ ഒക്കെ തീരത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സിവിലൈസേഷൻ നിലനിന്നിട്ടുള്ളത്. ദെൻ വൈ വി ആർ കോളിംഗ് ഇറ്റ് ഹാരപ്പൻ സിവിലൈസേഷൻ. എന്തുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പയാണ്. ഹാരപ്പയിൽ എന്ത് ചെയ്യുന്നുണ്ട്, 1921 ആദ്യമായിട്ട് എക്സ്കവേഷൻ നടന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റുകളിൽ ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്ത സൈറ്റ് ഏതാണ്, ഹാരപ്പയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് എമേർജ്ഡ് ഡ്യൂറിംഗ് ദ ചാൽക്കോലിത്തിക് പീരീഡ്. ഞാൻ നേരത്തെ ചാൽക്കോലിത്തിക്കിനെ പറ്റി പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചാൽക്കോലിത്തിക് പീരീഡിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഇൻഡസിന്റെ ഒറിജിനിലേക്കുള്ള ലീഡ് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ചാൽക്കോലിത്തിക് എന്ന് വെച്ചാൽ കോപ്പർ സ്റ്റോണേജ്, ആദ്യമായിട്ട് ഉപയോഗിച്ചുള്ള മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത്. അതിന്റെ മുന്നിലുള്ള സ്റ്റോൺ, ആൻഡ് സ്റ്റോണും കോപ്പറും ഒരേ സമയം ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടമാണ് ഇത് ചാൽക്കോലിത്തിക് എന്ന് പറയുന്നത്. അതേസമയം ഇൻഡസ് വാലി സിവിലൈസേഷൻ ബിലോങ്സ് ടു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നുള്ളതാണ്. നമ്മൾ ലോകത്തിലെ തന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ മെസപ്പൊട്ടേമിയ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇതിലൊക്കെ നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നാണ് പൊതുവെ പറയാറുള്ളത്. പറഞ്ഞു വരുന്നത് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് ഇൻഡസിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടഡ് ടു മേക്ക് ആൻ അലോയ് എന്ന് വെച്ചാൽ കോപ്പറും ടിന്നും അല്ലെങ്കിൽ ലെഡും ഒക്കെ മിക്സ് ചെയ്തിട്ട് അവർ ബ്രോൺസ് എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റൽ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, മനുഷ്യന്മാർ ആദ്യം സ്റ്റോൺ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടൂൾസിന് അത്ര ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ, ചിലപ്പോൾ നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. ആൻഡ് സ്റ്റോൺ കുറെ കാലം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മെറ്റലിലേക്ക് വന്നു. മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ ആണ്. സോ കോപ്പർ എന്ന് പറയുന്നത് സ്റ്റോണിനേക്കാളും ബെറ്റർ ആണ്, ബട്ട് ഒരു മെറ്റൽ എന്നുള്ള രീതിയിൽ കോപ്പറിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. സോ കോപ്പറിന് നമ്മൾ പിന്നെ മിക്സ് ചെയ്തിട്ട് ബ്രോൺസ് ഉണ്ടാക്കി. അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയി, അതായത് കോപ്പറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അലോയ് നമുക്ക് കിട്ടി. ദെൻ കോപ്പർ കഴിഞ്ഞ് ബ്രോൺസ് കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അയൺ വരുന്നത്. സോ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അയൺ വന്നു എന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ഓർഡർ ഒക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. എനിവേസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇൻഡസ് പറയാറുള്ളത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ബിറ്റ്വീൻ 2500 to 1500 BC. നിങ്ങൾ പല റെഫറൻസിലും ഇതല്ലാത്ത പീരീഡുകളൊക്കെ കാണും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2500 മുതൽ 1500 BC വരെയാണ് നിലനിന്നിരുന്നത് എന്ന് റഫ്ലി നമുക്ക് പറയാം. എന്നാൽ ഇതിന്റെ അവസാനമൊക്കെ 1300 BC എന്നൊക്കെ നമുക്ക് കാണാം. അതേസമയം
മെച്ചുവർ പീരീഡ് അവസാനിക്കുന്നത് 1800-1700 കാലഘട്ടത്താണ്. സോ ഇൻഡസ് വാലിയുടെ മെച്ചുവർ ടൈം അല്ലെങ്കിൽ അതിന്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് 2200 മുതൽ 1800 BC വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ 1700 BC എന്നൊക്കെ കണ്ടേക്കാം. നിങ്ങളോട് ഈ ടൈം പീരീഡ് എക്സാക്ട് എങ്ങനെയാണോ എന്ന് ചോദിക്കണം കേട്ടോ. ഒരു ധാരണ ഉണ്ടായാൽ മതി. നമുക്ക് ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഗതിയാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു സിവിലൈസേഷൻ നമ്മളറിയില്ലേ, ഒരു രാത്രി കണ്ട് വെളുത്തപ്പോൾ പിറ്റേന്ന് സിവിലൈസേഷൻ കണ്ട് ഉയർന്നു വരികയും അടുത്തൊരു രാത്രി കണ്ട് വെളുത്തപ്പോൾ സിവിലൈസേഷൻ കണ്ട് തറക്കുന്നു പോവുകയല്ല ചെയ്തിട്ടത്. ഗ്രാജുവൽ പ്രോസസ് ആണ്, സാവധാനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇന്ന ദിവസം ഇന്ന സമയം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ ലിമിറ്റേഷൻ. ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ഹിസ്റ്ററി. ഓക്കെ. ആൻഡ് വേറൊരു സംഗതി പറയാനുള്ളത്, ഇത് ഒരുപാട് ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കടന്നിരുന്ന സിവിലൈസേഷൻ ആണ്. ഏതാണ്ട് 13 ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ഏരിയയിലേക്ക് എന്ത് ചെയ്തിരുന്നു, സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ലോക്കലൈസ്ഡ് റൂറൽ കൾച്ചേഴ്സ്, അതായത് ഡെക്കാൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പെനിൻസുലാർ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വാസ് ലോക്കലൈസ്ഡ് റൂറൽ കൾച്ചർ എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു അർബൻ സ്വഭാവം അതിന് ഇല്ല ഈ ഡെക്കാൻ പെനിൻസുലാർ ഇന്ത്യ അല്ലെങ്കിൽ സദേൺ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ. എന്നാൽ നോർത്തിലേക്കും ഇൻഡസ് റിവറിന്റെ നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ് വാസ് അർബൻ സിവിലൈസേഷൻ. അവിടെ എന്ന് വെച്ചാൽ അതിന് ഭയങ്കര നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അർബൻ സെറ്റപ്പ് ആണ് അതിന് ഉണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ അതിന്റെ ബേസ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. സോ നമ്മുടെ ഒരു നോർത്ത് ഈസ്റ്റിലേക്ക്, നോർത്ത് വെസ്റ്റ് അതല്ലേ ഞാൻ പറഞ്ഞത്, നോർത്ത് വെസ്റ്റിലേക്ക് ഇൻഡസ് റിവർ അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു അർബൻ സ്വഭാവം ഉണ്ടായിരുന്നു. അതേസമയം സൗത്തിലേക്ക് വരികയാണെങ്കിൽ അതിനൊരു റൂറൽ സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ഒരു അർബൻ സ്വഭാവം റൂറൽ സ്വഭാവം എന്ന് പറയുമ്പോൾ, അർബൻ ആവുമ്പോൾ എന്ത് ചെയ്യും, അവിടെ കൃഷി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര അടുത്ത് തന്നെ കൃഷി എന്നുള്ള അഗ്രികൾച്ചറൽ ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല. സമയം റൂറൽ ആവുമ്പോൾ അവിടെ വിത്തിൻ 3 to 4 കിലോമീറ്ററിനുള്ളിൽ അവർക്ക് കാർഷിക കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ അർബൻ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കച്ചവടങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഈ റൂറൽ സ്വഭാവം ആവുമ്പോൾ അവിടെ പരസ്പരം അറിയുന്ന ആൾക്കാരായിരിക്കും. പിന്നെ കുടുംബക്കാരുടെ ഒരു കിൻഷിപ്പ് ബോണ്ടുകളാണ് കൂടുതൽ ഉണ്ടാവുക, ഒക്കെ. അതേസമയം അർബനിലേക്ക് വരുന്ന സമയത്ത് അവിടെ പരസ്പരം അറിയുന്ന ആൾക്കാരായിരിക്കില്ല, വലിയ ഒരു ജനക്കൂട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കിൻഷിപ്പ് സ്വഭാവം വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള കുറെ സംഗതികളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ വരും എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെയാണ് അർബനും റൂറലൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ഡെക്കാനിലും പെനിൻസുലർ ഇന്ത്യയിലും അർബൻ അല്ലായിരുന്നു, റൂറൽ ആയിരുന്നു. അതേസമയം ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറിയിൽ ഈ ഒരു സിവിലൈസേഷൻ അർബൻ സ്വഭാവം തന്നെയാണ് കൂടുതൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാലം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു സംഗതി ആയിരുന്നു. ഇതിനെപ്പറ്റി ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. 1826 എന്ത് ചെയ്യുന്നത്, ചാൾസ് മേസൺ, ഇത് മറന്നുകൊണ്ട് കേട്ടോ, 3 പേരുകളാണ്, ചാൾസ് മേസൺ, അലക്സാണ്ടർ കണിംഗ്ഹാം ആൻഡ് തേർഡ് വൺ ഈസ് ജോൺ മാർഷൽ. സോ ഈ 3 പേരും എങ്ങനെയാ ഒരു നൂറ്റാണ്ട് കാലത്തോളം ഇതിന്റെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ചാൾസ് മേസൺ 1826 ചെയ്യുന്നത്. ആദ്യമായിട്ട് ഹാരപ്പയിലുള്ള റൂയിൻസ് അവരവിടെ പറയല്, ഒരുപാട് കൂനകളൊക്കെ കാണുന്നുണ്ട്, സംതിങ് ഈസ് ദെയർ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തായാലും ചാൾസ് മേസൺ ആദ്യമായിട്ട് അതിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നു. പക്ഷെ ഇത് ഒരു സിവിലൈസേഷന്റെ അവശിഷ്ടമാണ് എന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. സംതിങ് ഈസ് ദെയർ, അത്രേ ഉള്ളൂ. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം അലക്സാണ്ടർ കണിംഗ്ഹാം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടർ ഒക്കെ ആയിട്ടുള്ള 1861 ASI തുടങ്ങിയ അലക്സാണ്ടർ കണിംഗ്ഹാം, അദ്ദേഹവും ഹാരപ്പനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് കുറെ പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. റെയിൽവേ ലൈനൊക്കെ ഇടുന്ന സമയത്ത് സ്റ്റോണൊക്കെ കിട്ടിയതിനൊക്കെ പറ്റി അദ്ദേഹം കുറെ അന്വേഷണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സംതിങ് ഈസ് ദെയർ, എന്തോ സംഭവം ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വരുന്നു എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആവുന്ന സമയത്താണ് ആദ്യമായിട്ട് ഹാരപ്പയിൽ എക്സ്കവേഷൻ നടത്തുന്നത്. എക്സ്കവേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹാരപ്പയിൽ അദ്ദേഹം ദയാറാം സാഹനി ആൻഡ് മോഹൻജോദാരോയിൽ അദ്ദേഹം RD ബാനർജി രണ്ടുപേരെയും അപ്പോയിന്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഹാരപ്പയിലാണ് ആദ്യ എക്സ്കവേഷൻ നടന്നത് 1921, മോഹൻജോദാരോയിൽ 1922 എക്സ്കവേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. ജോൺ മാർഷലിന്റെ സമയത്താണ് നടക്കുന്നത്. അങ്ങനെ 21, 22 എക്സ്കവേഷൻ നടത്തി അവസാനം ഇതൊരു സിവിലൈസേഷന്റെ ഭാഗമാണ്. ഇത്രയും 2000 വർഷം അല്ലെങ്കിൽ 2000 വർഷം സെൻസ് 2000-2500 BC കാലത്ത് നമ്മുടെ ഒരു ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു 4500 അല്ലെങ്കിൽ 5000 വർഷം മുൻപുള്ള ഒരു സംസ്കാരത്തിന്റെ അവശിഷ്ടമാണ് ഇത് എന്നൊക്കെ മനസ്സിലാവുന്നത് ജോൺ മാർഷലിന്റെ സമയത്താണ്. അദ്ദേഹം 1902 മുതൽ 28 വരെ കാലഘട്ടത്തിൽ ASIയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. ഔദ്യോഗികമായിട്ട് 1924 അനൗൺസ്മെന്റ് വരുന്നത്. നമ്മുടെ
ഇന്ത്യയിൽ ഒരു സിവിലൈസേഷൻ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം നടക്കുന്നത് 1924 ജോൺ മാർഷൽ ആണ്. ഇത്രയും ആലോചിക്കാം. എന്താണ് പറയല്, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള തുടക്കത്തിൽ തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കണ്ടെത്തുന്ന ആളാണ് ചാൾസ് മാസൺ എന്ന് പറയുന്നത്. സോ ചാൾസ് മാസ് ആണെന്ന് ആലോചിക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു മാസ് ആയിട്ടൊരു പരിപാടിയാണല്ലോ മൂപ്പര് ചിന്തിച്ചത്, അല്ലെങ്കിൽ മൂപ്പര് ഇറക്കിയത്. സോ ചാൾസ് മാസൺ, ഓക്കെ, ചാൾസ് മാസ് ആണെന്ന് ആലോചിക്കുക. പിന്നെ അടുത്തത് ഇതിനെ പ്രഖ്യാപിച്ച ആളാണ് ജോൺ മാർഷൽ എന്ന് പറയുന്നത്. സോ ഇതിന്റെ എന്ത് ചെയ്യുന്നു, മാറ്റി മറിച്ചിട്ടുള്ള ആളാണ്. ഇതൊരു പ്രഖ്യാപനം നടത്തിയിട്ട് അതിനെ മാറ്റി മറിച്ച ആളാണ് ആര്, ജോൺ മാർഷൽ എന്ന് പറയുന്നത്. പിന്നെ ഒരാളുള്ളത് ഇതിന്റെ അടിയിലുള്ള, ഇവർ രണ്ടുപേരുടെ അടിയിലുള്ള ഒരു കണ്ണിയാണ്. ഓക്കെ, ജോൺ മാർഷലിന്റെയും ചാൾസ് മേസന്റെ അടിയിലുള്ള ഒരു കണ്ണിയാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്നത്. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനകത്ത് ഇവരുടെ അടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്നത്. ഇത്രയും ആലോചിച്ച് വെക്കുക. ഇനി ഒരു ക്രോണോളജിക്കലി അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സംഗതി ക്ലിയർ ആണ്. ഇനി അടുത്തത് ഹാരപ്പൻ സിവിലൈസേഷനിലേക്ക് നമുക്കൊന്നുകൂടി ഇറങ്ങി നോക്കാം. ഞാൻ പറഞ്ഞു, ദയാറാം സാഹ്നി ഹാരപ്പയിൽ 1921 എക്സ്കവേഷൻ നടത്തുന്നു. R.D. ബാനർജി മോഹൻജോദാരോയിൽ 1922 എക്സ്കവേഷൻ നടത്തുന്നു. ഇനി ജോൺ മാർഷൽ 1924 ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യുന്നു നമ്മളൊരു സിവിലൈസേഷൻ കണ്ടെത്തി എന്നുള്ളത്. ഇനി ഹാരപ്പൻ സിവിലൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സൈറ്റുകളുണ്ട്. ഹരപ്പ, മോഹൻജോദാരോ, കളിബംഗൻ, ലോത്തൽ, ഇതൊക്കെ ഒരുപാട് സൈറ്റുകളാണ്. സോ ഈ സൈറ്റുകൾക്കൊക്കെ ഒരു സമാനമായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. സംഗതി ഇത് ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളാണെങ്കിലും സിമിലാരിറ്റി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാന സംഗതി എന്ന് വെച്ചാൽ റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി. അവരെല്ലാവരും അല്ലെങ്കിൽ എല്ലായിടത്തും ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറികളായിരുന്നു. അതുപോലെ ടെറാക്കോട്ട ഫിഗറൈൻസ് അവർ എല്ലായിടത്തും നിർമ്മിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ സ്റ്റാൻഡർഡൈസ്ഡ് ബ്രിക്ക് സൈസ് ഇൻ റേഷ്യോ 1:4. 1:2:4 എന്നുള്ള ഒരു റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു, ഒരു അതിന്റെ നീളം വീതി എന്താണ് പറയല്, നീളം വീതി ഹൈറ്റ് ഈ രീതിയിലാണ് എന്ത് ചെയ്യുക വരിക. സോ ഇതിന്റെ ഒരു റേഷ്യോയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവര് ബ്രിക്കിനെ എല്ലായിടത്തും ഒരുപോലെയാണ് ഉണ്ടായിരുന്നത്. സോ ഇതെല്ലാം ഒരു സമാനമായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഫാക്ടേഴ്സ് ആണ്. അടുത്തത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പർ, ബ്രോൺസ്, സിൽവർ ആൻഡ് ഗോൾഡ്. ഇവർക്ക് കോപ്പർ അറിയാമായിരുന്നു, ആൻഡ് സിൽവർ അറിയാമായിരുന്നു, ബ്രോൺസ് അറിയാമായിരുന്നു, ഗോൾഡും അറിയാമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന സംഗതി എന്താ വെച്ചാല് ദേ വർ അൺഅവെയർ ഓഫ് അയൺ. അവർക്ക് എന്തറിയുമായിരുന്നില്ല, ഇരുമ്പിനെ സംബന്ധിച്ച് അറിയുമായിരുന്നില്ല. അയൺ പിന്നീട് ആര്യൻസിന്റെ സമയത്താണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. സമയം കോപ്പർ, ബ്രോൺസ്, സിൽവർ, ഗോൾഡ് ഒക്കെ അവർക്ക് അറിയുമായിരുന്നെങ്കിലും അയൺ വാസ് അൺഫെമിലിയർ, അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത ലോഹമാണ് അയൺ എന്ന് പറയുന്നത്. ദെൻ യൂസ്ഡ് ഗാർമെന്റ്സ് ഓഫ് കോട്ടൺ ഓർ വൂൾ. കോട്ടൺ, വൂൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഡ്രസ്സുകൾ ഉണ്ടാക്കാൻ, തുണികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ബേസിക് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷന്റെ അതിർത്തികളാണ്, എക്സാമിന് ചോദിക്കുന്ന സംഗതിയാണ്. സോ ഹാരപ്പൻ സിവിലൈസേഷന്റെ ബോർഡേഴ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വടക്കൻ അതിർത്തി എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ നോർത്ത് മാണ്ട. ഓക്കെ, നോർത്ത് മാണ്ടയാണ് ജമ്മുവിലെ നോർത്ത്. ദെൻ സൗത്തിലേക്ക് വരികയാണെങ്കിൽ ദൈമാബാദ് നോർത്ത് വെക്കുക. ഓക്കെ, സൗത്ത് മഹാരാഷ്ട്രയിലെ ദൈമാബാദ് ആണ്. ഓക്കെ, ദെൻ ചിലപ്പോ മാൽവൻ അല്ലെങ്കിൽ സൂററ്റ്, ഗുജറാത്ത് ഈ ഒരു ഭാഗത്തൊക്കെ എന്ത് ചെയ്യാം, കണ്ടാലും ഓർത്ത് വെക്കുക. ബട്ട് മോസ്റ്റ്ലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ദൈമാബാദ് എന്നുള്ളതാണ്. പിന്നീട് വെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ വെസ്റ്റ് സുത്കജൻഡോർ എന്നുള്ളതാണ്. സുത്കജൻഡോർ, ഓക്കെ, അത് ഇന്നത്തെ പാകിസ്ഥാനിലെ മക്രാൻ കോസ്റ്റിൽ വരുന്നതാണ് സുത്കജൻഡോർ എന്ന് പറയുന്നത്. ദെൻ ഈസ്റ്റിലേക്ക്, കിഴക്കിലേക്ക് വരികയാണെങ്കിൽ അവിടെ യു പിയിലെ അലാംഗീർപൂർ എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും യു പി എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ റീജിയനിലേക്ക് എത്തിയിട്ടില്ല. അവിടെ നമുക്ക് കുറെ പോകാനുണ്ട് അരുണാചൽ പ്രദേശിലേക്ക്. സോ പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ ഒരു സെൻട്രൽ ആ ഭാഗത്തൊക്കെയാണ് ഇപ്പോഴത്തെ എത്തുന്നത്. പക്ഷെ അതേസമയം ഇന്നത്തെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രദേശങ്ങൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ബോർഡേഴ്സ് ഓർത്ത് വെക്കുക, എക്സാമിന് വളരെ അത്യാവശ്യമാണ്. ഇനി വരുന്നത് തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉയർന്നു വന്നതിനെ പറ്റിയിട്ട് ചരിത്രകാരന്മാർക്കിടയിൽ പല രീതിയിലുള്ള അഭിപ്രായം ഉണ്ട്. സ്വാഭാവികമാണ്. കാരണം എന്താണ്, ഇത് വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അല്ലെ മില്ലേനിയം, മില്യൺസ് ഓഫ് ഇയേഴ്സ്, മില്യൺസ് എന്നല്ല മില്ലേനിയം, അതായത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക് നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ പല പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരും എന്നതാണ്. കാരണം ഇന്ന തെളിവെടുത്ത് നമുക്ക് കാണിച്ചെടുക്കാൻ കഴിയൂല. ഇവിടെ സംഭവിക്കുന്നത് ഇൻഡിജിനസ് ഡെവലപ്മെന്റ് തിയറി, ജോൺ മാർഷൽ അതുപോലെ അമലാനന്ദ ഘോഷ് ഇവരൊക്കെ പറയുന്നത് എന്താണ്, ഇതൊരു ഇൻഡിജിനസ് ഒറിജിൻ ആണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ അകത്ത് തന്നെ ഉത്ഭവിച്ചിട്ടുള്ള ഒരു എന്താണ് പറയല്ലേ, ഒരു സിവിലൈസേഷൻ ആണ് എന്നുള്ളതാണ്.
അതായത് ജോൺ മാർഷൽ ഡിഫ്യൂഷനിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫ്യൂഷനിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. സോ ഇവിടെ അദ്ദേഹം പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇത് എമോജ് ചെയ്തിട്ടുള്ളത് ചെറിയ ഒരുപാട് കമ്മ്യൂണിറ്റിയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ മെഹർഗഡ് ഒക്കെ ഉണ്ടല്ലോ, മെഹർഗഡ് ഭയങ്കര അരിഡ് ആയിട്ട് മാറി, ഭയങ്കര ഡ്രൈ ആയിട്ട് മാറി. അപ്പൊ അവിടുന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ലൈക്ക് കുലു, അതുപോലെ സോബ്, അതുപോലെ തന്നെ ക്യോട്ട, മുണ്ടിഗാക്ക്, ക്യോട്ട, മുണ്ടിഗാക്ക്. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ ഓർത്ത് വെക്കുക. ഇങ്ങനെ 4 സ്ഥലങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഈ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, ആൾക്കാർ കുടിയേറുന്നു. ആൻഡ് പതിയെ പതിയെ അവിടെ നിന്ന് ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ എന്ത് ചെയ്യുന്നു, അതിനൊരു സിവിലൈസേഷൻ ആക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ സിമിലർ അഭിപ്രായം തന്നെയാണ് ആർക്കുള്ളത്, അമലാനന്ദ ഘോഷിനും ഉള്ളത്. ഓർഗാനിക് ഡെവലപ്മെന്റ് ഫ്രം പ്രീ ഹാരപ്പൻ കൾച്ചർ, അതായത് ഹാരപ്പന്റെ മുന്നുണ്ടായിരുന്ന ഈ പറഞ്ഞ കുലു, സോബ്, എന്താണ് പറയല്, ക്യോട്ട, മുണ്ടിക തുടങ്ങിയിട്ടുള്ള കൾച്ചറുകളിൽ നിന്നൊക്കെയാണ് ഇത് ഉണ്ടായത് എന്നാണ് അമലാനന്ദ ഘോഷും പറയുന്നത്. അടുത്തൊരു തിയറിയാണ് ഗോർഡൻ ചൈൽഡും മോർട്ടിമർ വീലറും മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഇന്റേണൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഗ്രോത്ത് ത്രൂ അഗ്രികൾച്ചർ, അർബനൈസേഷൻ ആൻഡ് ടെക്നോളജി. ഇവിടെയും ഇവരും ഇന്റേണലി ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള കൃഷിയുടെ വളർച്ച, അർബനൈസേഷൻ, ടെക്നോളജി, ഇതിനകത്തൊക്കെയുള്ള വളർച്ച എന്ത് ചെയ്യുന്നു, പതിയെ പതിയെ ഒരു സിവിലൈസേഷൻ ആയിട്ട് അതിനെ ഉയർത്തി കൊണ്ടുവരികയാണ് ചെയ്തത് എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ദെൻ ട്രേഡ് ആൻഡ് ഇന്ററാക്ഷൻ തിയറി, മറ്റൊരു തിയറിയാണ് ട്രേഡും ഇന്ററാക്ഷനും ഒക്കെ ഉള്ള അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ഗ്രിഗറി പോസൽ, ഇയാൾ കുറെ പറയാൻ കേട്ടോ. ഗ്രിഗറി പോസൽ, റോൾ ഓഫ് ട്രേഡ് വിത്ത് നെയ്ബറിംഗ് റീജൻസ്. അതുപോലെ ജോനാഥൻ മാർക്ക് കെനോയർ, അതുപോലെ ഷിറിൻ രത്നാകർ. ഇവർ ട്രേഡ് നെറ്റ്വർക്ക്, ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ ആൻഡ് എക്കണോമിക് സിസ്റ്റം. അതായത് പുറത്തുനിന്നുള്ള ഒരു കണക്ഷന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇവരൊക്കെ പറഞ്ഞത് ഉള്ളത് തന്നെയാണ്. അതേസമയം ഇവരുടെ ഗ്രിഗറി പോസൽ, ജോനാഥൻ മാർക്ക് പറയുന്നത് പുറത്തു നിന്നുള്ള കണക്ഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ അവരുമായിട്ടുള്ള ട്രേഡ് റിലേഷൻ ഒക്കെ ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതൊരു സിവിലൈസേഷൻ ആയിട്ട് ഉയർന്നു വന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് മൈഗ്രേഷൻ തിയറി എന്ന് പറയുന്നത്. ഇവിടെ എത്രയേ ഉള്ളൂ, EJ മാക്കെ, TH ഗോർഡൻ, SN ക്രാമർ, ഇവരൊക്കെ പറയുന്നത് മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ ഫ്രം വെയർ, മൈഗ്രേഷൻ ഫ്രം സുമർ, അല്ലെങ്കിൽ സദേൺ മെസ്സപ്പെട്ടേമിയയിലെ ആളുകൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു, മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ആയിട്ടുള്ളതാണ് എന്നാണ് മൈഗ്രേഷൻ തിയറി ആയിട്ട് EJ മാക്കെ, TH ഗോർഡൻ, SN ക്രാമർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. പിന്നെ അവർ ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല സിമിലാരിറ്റികളും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അതിനകത്ത് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ പിന്നീട് കൗണ്ടർ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, അവിടെ ഉപയോഗിച്ച സെയിം, അതായത് അവിടെ ബേക്ക്ഡ് ബ്രിക്സ് അല്ല യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ സൺ ബേക്ക്ഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ത്യയിലേക്ക് എന്താ വെച്ചാല് നമ്മൾ എന്താ പറയല്, ഈ കില്ലിന് അല്ലെങ്കിൽ ചൂളയിലിട്ടിട്ട് ചൂടാക്കിയിട്ടുള്ള ബ്രിക്സ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ ഇവർ അവിടുന്ന് കുടിയേറിയിട്ട് ഇങ്ങോട്ട് വന്നതാണെങ്കിൽ ഈ മെസപ്പൊട്ടേമിയൻ എന്താണ് പറയല്, യൂണിഫോം ലാംഗ്വേജും ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ അവരുടെ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടാവണം. പക്ഷെ ഒരു സിമിലാരിറ്റി, ഒരു കണ്ടിന്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, അതിൽ കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സംഗതി. അതുകൊണ്ട് തന്നെ അവര് ഒരു തുടർച്ചയാവാൻ അല്ലെങ്കിൽ അവിടുന്ന് വന്ന ആൾക്കാരാവാൻ ഒരു സാധ്യതയില്ല എന്നൊക്കെയാണ് അതിനെ കൗണ്ടർ ചെയ്ത് പറയുന്നത്. എന്തായാലും മൈഗ്രേഷൻ തിയറി EJ മാക്കിനെ പോലത്തെ ആൾക്കാർ മാക്കെ മൈഗ്രേഷൻ എന്നാണ് വിളിക്കുക. ദെൻ മോർട്ടിമർ വീലർ, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് മാക്കെ മൈഗ്രേഷൻ, മോർട്ടിമർ വീലറും മൈഗ്രേഷൻ ആണ്. പക്ഷേ മോർട്ടിമർ വീലർ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്, മൈഗ്രേഷൻ ഓഫ് ഐഡിയാസ്. അവിടെ എന്ത് ചെയ്യാണ്, വെസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയൻ റീജിയനിൽ നിന്ന് ഇങ്ങനെയുള്ള ടെക്നോളജീസ്, ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു തിയറിയാണ് എൻവിയോൺമെന്റൽ തിയറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് വിതാപ്പി റൈറ്റ്, അതുപോലെ ഡോറിയൻ ക്യൂഫുള്ള, ഇവരൊക്കെ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര അത്യാവശ്യമുള്ള സംഗതിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് വെച്ചാൽ അതിനകത്ത് ജോൺ മാർഷലിന്റെ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അമലാനന്ദ ഘോഷിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇവിടെ വരുന്ന മാക്കെ, മോർട്ടിമർ വീലർ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്ലൈമറ്റ് ചേഞ്ച്, റിവർ ഷിഫ്റ്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ്, അതായത് അവിടെയുള്ള സ്വാഭാവികമായിട്ടുള്ള എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ഭാഗമായിട്ടാണ് ഇതൊരു പുതിയ സിവിലൈസേഷൻ ആയിട്ട് ഉയർന്നു വന്നത്. ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ റിവർ ഒക്കെ ഷിഫ്റ്റ് ആവുന്നു, വാട്ടർ മാനേജ്മെന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു സിവിലൈസേഷൻ ആക്കിയിട്ട് അത് ഉയർത്തി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത് കൊണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഇന്റേണൽ ഗ്രോത്തും എക്സ്റ്റേണൽ ഇന്ററാക്ഷനും അതുപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും മൈഗ്രേഷനും ഒക്കെ അതിന് കാരണമായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനെ 3 വ്യത്യസ്ത ഫേസുകളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ഒന്ന് അതിന്റെ ഏർലി ഫേസ്, അല്ലെങ്കിൽ എന്താണ് പറയല്, അതിന്റെ ഗ്രോയിങ് ഫേസ്, അതിന്റെ ഏർലി ഫേസ്,
ദെൻ അതിന്റെ രണ്ടാമത്തെ ഫേസ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ മെച്ചുവർ ഫേസ്, അതിന്റെ ലേറ്റ് ഫേസ് അല്ലെങ്കിൽ അതിന്റെ ഡീക്ലൈനിങ് ഫേസ് എന്നുള്ളതാണ്. സോ ഏർലി ഫേസ് എന്ന് പറയുന്നത് 3300 മുതൽ 2600 BC വരെയുള്ള ഒരു സമയമാണ്. അതായത് ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ വളർച്ചയിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പതിയെ പതിയെ ഗ്രോ ചെയ്തുണ്ടാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് സ്മോൾ അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ്സ് അലോങ് ഇൻഡസ് ആൻഡ് ഗാഗർ ഹക്ര. എല്ലാവർക്കും അറിയാം ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ എന്നാണ് നമ്മൾ ഇതിന് പൊതുവെ പറയാറുള്ളത്. തുടക്കത്തിലൊക്കെ നമ്മൾ വിചാരിച്ചത് ഇത് ഇൻഡസ് റിവറിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ട്രിബ്യൂട്ടറീസിൽ മാത്രമേ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ്. പക്ഷെ പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാവുന്നത് പുതിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. രാജസ്ഥാനിലെ നമ്മൾ സരസ്വതി എന്നൊക്കെ പറയുന്ന ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്തായാലും ഗാഗർ ഹക്ര അതാണ് സരസ്വതി എന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന്റെ ഈ ഗാഗർ ഹക്ര പിന്നീട് ഡ്രൈ ആയി പോവാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ റിവറിന്റെ തീരത്തും ഒരുപാട് സൈറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ പറഞ്ഞിരുന്നത് ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ എന്ന് പറയാറുണ്ട്. ആൻഡ് ഇവിടേക്ക് ഒരുപാട് ചെറിയ ചെറിയ സെറ്റിൽമെന്റുകൾ ഉയർന്നു വന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ സെറ്റിൽമെന്റുകൾക്കൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് വെച്ചാൽ മഡ് ബ്രിക്ക് ഹൗസ്. ഇവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ബ്രിക്ക് ഹൗസുകൾ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അതുപോലെ കൃഷി അവർ സജീവമായിട്ട് നടത്തുന്നു. പോട്ടറി മേക്കിംഗ് നടത്തുന്നു. അങ്ങനെ അത് പതിയെ പതിയെ ഗ്രോ ചെയ്ത് വരുന്നു. ആൻഡ് ഏർലി അർബനൈസേഷൻ പതിയെ ഈ കൃഷിയൊക്കെ എന്ത് ചെയ്യുന്നു, അർബനൈസേഷനിലേക്ക് എത്തുന്നു. ഹരപ്പ, മോഹൻജദാരോ ഒക്കെ ഉയർന്നു വരികയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഫസ്റ്റ് അർബനൈസേഷൻ ആണ് ഇൻഡസ് വാലി എന്ന് പറയുന്നത്. സെക്കൻഡ് അർബനൈസേഷൻ ഉണ്ട് പിന്നീട് മഹാജനപദാസക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് അർബനൈസേഷനും കാണാനായിട്ട് പറ്റും. സോ ഒന്നാമത്തെ അർബനൈസേഷൻ ആണ് ഇൻഡസ് വാലി കാലഘട്ടം എന്ന് പറഞ്ഞത്. അതിന് 2600 മുതൽ 1900 അല്ലെങ്കിൽ 1700 1800 വരെയൊക്കെയുള്ള കാലഘട്ടത്തിന് നമ്മൾ പറയുന്നത് അതിന്റെ മെച്ചുർ ഫേസ് എന്നുള്ളതാണ്. ഈ മെച്ചുർ ഫേസ് എന്ന് വെച്ചാൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വെൽ പ്ലാൻഡ് സിറ്റീസ് വിത്ത് ഗ്രിഡ് പാറ്റേൺ. നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ പറഞ്ഞ തിയറിയിൽ, അതായത് ഈ മൈഗ്രേഷൻ തിയറിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഇൻഡസ് വാലിയിൽ വളരെ പ്ലാൻഡ് സിറ്റിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മെസോപ്പൊട്ടേമിയയിൽ ഭയങ്കര ഹാപ്പസാർഡ് ഗ്രോത്ത് എന്ന് പറയാം. എന്ന് വെച്ചാൽ വളരെ അങ്ങിങ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ഗ്രിഡ് പാറ്റേൺ ആണ്, പ്രോപ്പർ പ്ലാൻഡ് ആണ് ഉണ്ടായിരുന്നത്. സമയം മെസോപ്പൊട്ടേമിയയിൽ അങ്ങനെ ഒരു ഗ്രിഡ് പാറ്റേൺ ഒന്നും അവർ ഫോളോ ചെയ്തതായിട്ട് കാണുന്നില്ല. സോ വെൽ പ്ലാൻഡ് സിറ്റീസ് ആൻഡ് സിറ്റാഡൽ ആൻഡ് ലോവർ ടൗൺ. ഓക്കെ, ഒരു ഭാഗം ഹൈറ്റ് ഉള്ള ഭാഗം, മറ്റേത് ലോവർ ആയിട്ട് കിടക്കുന്നു. ഡ്രൈനേജ് സിസ്റ്റം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അവർക്ക് നമ്മൾ ഇന്ന് കാണുന്നത്, ഇന്നലെ നമുക്ക് പല റോഡിലും ഡ്രൈനേജ് ഇല്ല, അതാണ് റിയാലിറ്റി. മഴ കഴിഞ്ഞാൽ വെള്ളം ആകെ റോഡ് നിറഞ്ഞൊഴുകുകയാണ് ചെയ്യുക. പക്ഷേ മെസോപ്പൊട്ടേമിയക്കാർക്ക് അന്ന് തന്നെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിന് സ്റ്റോൺ സ്ലാബുകൾ അവർ ഇട്ടിരുന്നു. ആൻഡ് ഓരോ ഇടവേളകളിൽ അവര് മാൻ ഹോൾസ് ഉണ്ടാക്കിയിരുന്നു ഈ ഡ്രൈനേജ് ക്ലീൻ ചെയ്യാനായിട്ട്. ഒരു ഡ്രൈനേജിലെ വേസ്റ്റ് അടിഞ്ഞു കൂടുന്നതിന് വേണ്ടിയിട്ട് ഓരോ പോറുകൾ, ഓരോ കുഴികളൊക്കെ അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നഗരത്തിന്റെ പുറത്തേക്ക് ഈ ഡ്രൈനേജ് കൊണ്ടുപോയി ഒഴുക്കുമായിരുന്നു എന്നൊക്കെയാണ്. എക്സ്റ്റെൻസീവ് ട്രേഡ് നെറ്റ്വർക്ക് ആൻഡ് ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ. ഇത്തരത്തിലുള്ള ട്രേഡ്, ക്രാഫ്റ്റ്, ഇതിനകത്തൊക്കെയുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സ് ഈ സമയത്തുണ്ട്. മോണമെന്റൽ സ്ട്രക്ചേഴ്സ് ലൈക്ക് ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറീസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് ആ സമയത്ത് അവർ നിർമ്മിച്ചിട്ടുണ്ട്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെച്ചുവർ ഫേസിന്റെ ഒരു ലൈം അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അതുപോലെ ബ്രോൺസ് ടെക്നോളജി. ഉടനീളം നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോ ഇന്ത്യയിലൊക്കെ നമുക്ക് സമാനമായ കോയിൻ ഉണ്ട്, വെയിറ്റ് ഉണ്ട്, മെഷർ ഉണ്ട്. ഇതുണ്ടാവുന്ന നമുക്കൊരു രാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്ന് യൂണിഫൈ ചെയ്തുകൊണ്ടാണ്. അതുപോലത്തെ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അവിടെ എല്ലായിടത്തും ഒരേ വെയിറ്റ് പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരുന്നത്. മെഷറിങ്ങിന്, നീളം അളവ് ഒക്കെ അളക്കാനൊക്കെ വേണ്ടി സെയിം പാറ്റേൺ ഫോളോ ചെയ്തിരുന്നു. ബ്രോൺസ് ടെക്നോളജി ഒക്കെ അവരെല്ലായിടത്തും ഉപയോഗിച്ചിരുന്നു. പറഞ്ഞു വരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെ ഒരു മെച്ചുവർ ഫേസിന്റെ സവിശേഷതകളാണ് ഇതെല്ലാം. ഇനി വരുന്നത് അതിന്റെ ഒരു ലേറ്റ് ഫേസ് ആണ്. ലേറ്റ് ഫേസിലേക്ക് വരികയാണെങ്കിൽ 1000 മുതൽ 1300 BC വരെയുള്ള കാലഘട്ടത്തിലാണ്. ആൻഡ് ഈ ലേറ്റ് ഫേസ് ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു 600 വർഷത്തെ ഒരു ടൈം പീരീഡ് കാണാൻ പറ്റും. ഈ ലേറ്റ് ഫേസിൽ ഒരു 600 വർഷം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡസ് സിവിലൈസേഷൻ അത് തകർച്ചയിലേക്ക് എത്തുന്നത്. സോ ഡിക്ലൈൻ ഓഫ് സിറ്റീസ്, ഇവിടെ ഡിക്ലൈൻ ഓഫ് സിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. റൂറൽ സെറ്റിൽമെന്റ്, അതായത് നേരത്തെ അർബൻ ആയിരുന്ന സിവിലൈസേഷൻ ഇപ്പൊ എന്ത് ചെയ്യാണ്, ബാക്ക് ടു റൂറൽ എന്നുള്ളതാണ്. തിരിച്ച് വീണ്ടും ഗ്രാമീണമായിട്ടുള്ള സിവിലൈസേഷൻ ആയിട്ട് അത് മാറുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും. ദെൻ ട്രേഡ് ഡിസ്റപ്ഷൻ ആൻഡ് റെഡ്യൂസ്ഡ് അർബൻ പ്ലാനിങ്, അതായത് കച്ചവടം അവിടെ കുറയുന്നു, എക്സ്റ്റേണൽ ട്രേഡ് ഒക്കെ ഇല്ലാതെ ആവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ നേരത്തെ വൻ പ്ലാൻഡ് ആയിരുന്ന സിറ്റീസ് ഒക്കെ പതുക്കെ പതുക്കെ പ്ലാനിങ് ഇല്ലാതെ ഭയങ്കര മോശമായിട്ട് അവസ്ഥയ്ക്ക് വരുന്നു. ദെൻ കോസസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തകർച്ചയിലേക്ക് എത്താൻ കാരണം ക്ലൈമാറ്റിക് ചേഞ്ചസ് ആണെന്ന് പറയുന്നു, ഓവർ യൂസ് ഓഫ് റിസോഴ്സ് ആണെന്ന് പറയുന്നു, വീക്ക് അതോറിറ്റി ആണെന്ന് പറയുന്നു, പല പല കാരണങ്ങളുണ്ട് നമ്മൾ പറയും. സോ ഇത്തരത്തിൽ എന്തായാലും അതിന്റെ ലേറ്റ് ഫേസിലേക്ക് എത്തി എന്നുള്ളതാണ്. ദെൻ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിന്റെ ഡീക്ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എങ്ങനെ പറയാം,
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് തകർന്ന അടിയല്ല ചെയ്തത്. പല സ്ഥലത്തും ഇങ്ങനെ പറയുന്നത് ഇറ്റ് വാസ് ഗ്രാജുവൽ ആൻഡ് റീജിയണൽ എന്ന് പറയാം. ഗ്രാജുവൽ ഡിക്ലൈൻ ആയിരുന്നു, ഓൾസോ റീജിയണലും ആയിരുന്നു. അതായത് ചില റീജിയൻ നേരത്തെ തകർന്നു, ചില റീജിയൻ തകർന്നതേ ഇല്ല, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ചില റീജിയൻ കുറെ സമയം എടുത്ത് തകർന്നു. ഈ രീതിയിലൊക്കെ റീജിയണൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ടൈം എന്ന് പറയുന്നത് ഒറ്റ സ്ട്രെച്ചിൽ നടക്കല്ല, പതിയെ പതിയെയാണത് സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ മെസ്സൊപ്പൊട്ടേമിയക്കാർക്ക് ഇവരുമായിട്ട് ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മെസ്സൊപ്പൊട്ടേമിയൻ സോഴ്സുകൾ, അതായത് ഈ ക്യൂണിഫോം സ്ക്രിപ്റ്റിനകത്ത് അവർ എഴുതിയിട്ടുള്ളതിൽ നമ്മൾ ഒരുപാട് ഹാരപ്പയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെഫറൻസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ പറയുന്ന മെസ്സൊപ്പൊട്ടേമിയക്കാരെ സംബന്ധിച്ചിടത്തോളം 3 ഇമ്പോർട്ടന്റ് ട്രേഡ് റീജിയൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ദിൽമൻ, മറ്റൊന്ന് മകൻ, അടുത്തത് മെലൂഹ. ശ്രദ്ധിക്കുക, ദിൽമൻ എന്ന് പറയുന്നത് ഡിനോട്ട് ബഹ്റൈൻ. അതായത് ഇവർ പറയുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ട്രേഡിനകത്തുള്ള ഒരു ഇന്റർമീഡിയറ്റ് പോർട്ട് ആയിരുന്നു ദിൽമൻ എന്ന് പറയുന്നത്. അതിന്റെ ഇടയിലുള്ള ഒരു ഇടത്താവളമായിരുന്നു ദിൽമൻ എന്ന് പറയുന്നത്. സോ എന്തായാലും ദിൽമൻ എന്ന് പറയുന്നത് ബഹ്റൈൻ ആണ് നമുക്ക് മനസ്സിലായിട്ടില്ല. സോ ഓർത്ത് വെക്കുക, ദിൽമൻ ബഹ്റൈൻ. ദിൽമൻ എന്ന് പറയുന്നത് ബഹ്റൈൻ എന്നുള്ളതാണ്, പേർഷ്യൻ ഗൾഫ് റീജിയൻ ആണ് ദിൽമൻ എന്ന് പറയുന്നത്. ദെൻ മഖൻ എന്ന് വെച്ചാൽ ഈസി, മഖൻ അല്ലെങ്കിൽ മക്കാൻ കോസ്റ്റ്, അതും പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. മകൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ മക്രാൻ എന്നുള്ളത് അതിന് തന്നെ കിട്ടും. ഇനി മെലൂഹ എന്നുള്ളതാണ്. ഇപ്പൊ ആലോചിക്കാം, മെലൂഹ ഹാരപ്പ. അതായത് മെലൂഹ എന്നവർ പറയുന്നത് ഹാരപ്പയെ സംബന്ധിച്ചാണ്. ഈ പറഞ്ഞ മെസ്സൊപ്പൊട്ടേമിയൻ സ്ക്രിപ്റ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മെലൂഹ എന്നുള്ള മെൻഷനിങ് എന്ന് പറയുന്നത് ഈസ് ഡിനോട്ടിങ് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി റീജിയൻ. പിന്നെ ഒരു സംഗതിയുള്ളത് നമ്മുടെ ആര്യൻ ഇൻവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയും കേട്ടോ. അതായത് ഹാരപ്പനെ ഹരിയപുര എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഹരിയപുര അത് പറയുന്നത് ഋഗ്വേദത്തിലാണ്. സോ അവർക്ക് ഹാരപ്പയിലേക്ക് വന്നിട്ടുള്ള ഈ പറഞ്ഞ ആര്യൻസിന് ഹരിയപുര അല്ലെങ്കിൽ ഹാരപ്പ അറിയുമായിരുന്നു എന്നുള്ളൊരു തെളിവായിട്ട് അവർ പറയുന്നത്, അല്ലെങ്കിൽ ആര്യൻ ഇൻവേഷൻ ഒരു തെളിവായിട്ട് അവർ പറയുന്ന സംഗതിയാണ് ഈ ഹരിയപുര എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു സംഗതിയാണ് സീൽസ് മോസ്റ്റ്ലി സ്ക്വയർ ആൻഡ് റെക്ടാങ്കുലർ, ഓൾസോ റൗണ്ട് ആൻഡ് സിലിണ്ടറിക്കൽ. അതായത് ഹാരപ്പൻ സീലുകളിലേക്ക് വരികയാണെങ്കിൽ മോസ്റ്റ്ലി സ്ക്വയർ ആയിരുന്നു, പിന്നെ റെക്ടാങ്കുലർ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ പല ഷേപ്പുകൾ, ഇത് ഓവൽ ഷേപ്പിലുള്ള സീലുകളെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ പറയല് ഒബ്ലോങ് പ്ലാക്ക് എന്ന് പറയാം, എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ഓവൽ, ഇങ്ങനെ ഒരു ദീർഘ വൃത്താകൃതിയിലുള്ള ഒരു ടൈപ്പ് സ്ക്വയർ സീലുകൾ ഉണ്ടായിരുന്നു. ദെൻ റൗണ്ട് സിലിണ്ടറിക്കൽ ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം മെസ്സൊപ്പൊട്ടേമിയൻ സീലുകൾ പ്രധാനമായിട്ടും സിലിണ്ടറിക്കൽ ആയിരുന്നു. ഈ കണക്ഷനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് മെസ്സൊപ്പൊട്ടേമിയൻ എന്താണ് പറയുക, സീലുകൾ ഇവിടുന്ന് കണ്ടെത്തിയിരുന്നു. ഈ പറഞ്ഞ സിലിണ്ടറിക്കൽ സീലുകളായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അടുത്തൊരു സംഗതി, സീലുകൾ ഇവർ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിരുന്നു ഹാരപ്പയിൽ. അതിനകത്ത് ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും, എഴുത്ത് സ്ക്രിപ്റ്റ് അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഈ സീലുകൾ ഇവർ ഉണ്ടാക്കിയിരുന്നത് എന്ത് സ്റ്റോൺ ഉപയോഗിച്ചാണെന്ന് വെച്ചാൽ അതിന് ഓർത്ത് വെക്കുക, ഇറ്റ് വാസ് സ്റ്റീറ്റൈറ്റ്. ഓക്കെ, സ്റ്റീറ്റൈറ്റ് സ്റ്റോൺ എന്നാണ് നമ്മൾ പറയുക. മറന്നുകൊണ്ട് ആ സീലുകൾ ഉണ്ടാക്കിയത് സ്റ്റീറ്റൈറ്റ് സ്റ്റോൺ ആണ് പ്രധാനമായിട്ട് യൂസ് ചെയ്തിരുന്നത്, സീല് സ്റ്റീറ്റൈറ്റ്. ആൻഡ് അതിനകത്ത് ഷോർട്ട് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. ഇനി ഹാരപ്പൻ സിവിലൈസേഷന്റെ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഹാരപ്പൻസ് ക്യാരിഡ് ഔട്ട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. അകത്തും പുറത്തും, അതായത് ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള ട്രേഡ് ആർക്കുണ്ടായിരുന്നു? ഹാരപ്പൻസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ട്രേഡിൽ അവർ കോയിൻ ഉപയോഗിച്ചിരുന്നോ, എന്താണ് മണി എക്കണോമി അവർക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. പകരം എന്താണ്, ദ ഡിപ്പെൻഡഡ് ഓൺ ബാർട്ടർ സിസ്റ്റം. എന്ന് വെച്ചാൽ ഒരു മെറ്റാലിക് കോയിൻസ് അല്ല ഉപയോഗിച്ചിരുന്നത്, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ബാർട്ടർ സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്. അടുത്തത് ഇന്റേണൽ ട്രേഡുമായിട്ട് അവർ പ്രധാനമായിട്ടും ബുള്ളോ കാർട്ട്, കാളവണ്ടികളൊക്കെയാണ് അവർ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതേസമയം എക്സ്റ്റേണൽ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്, ഹാരപ്പൻ സീൽസ് ഫൗണ്ടഡ് സുസ ആൻഡ് ഊർ. ഇതൊക്കെ മെസ്സൊപ്പൊട്ടേമിയൻ സിറ്റീസ് ആണ്. ഊർ എന്നൊക്കെ പറയുന്ന മെസ്സൊപ്പൊട്ടേമിയൻ നഗരങ്ങൾ എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാരപ്പൻ സീലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എ സീൽ വിത്ത് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ആൻഡ് യൂണിക്കോൺ ഫൗണ്ടഡ് നിപ്പൂർ. ഇങ്ങനെയുള്ള വിദൂര പ്രദേശങ്ങളിലൊക്കെ ഈ പറഞ്ഞ മെസ്സൊപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാരപ്പൻ സീലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഹാരപ്പൻ സീൽ ഓൾസോ ഫൗണ്ട് ഇൻ ബഹ്റൈൻ, അതുപോലെ ഫൈലാക്ക ഐലാൻഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹാരപ്പൻ സീലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മോഹൻജൊദാരോ മെസ്സൊപ്പൊട്ടേമിയൻ ടൈപ്പ് സിലിണ്ടറിക്കൽ സീൽ ഫൗണ്ട്. അതായത് മോഹൻജൊദാരോ എന്ന് പറയുന്ന ഹാരപ്പൻ നഗരത്തിൽ മെസ്സൊപ്പൊട്ടേമിയക്കാരുടെ സിലിണ്ടറിക്കൽ സീലും കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു, കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അതിലേക്ക് വെളിച്ചം വീശുന്ന ഓരോ തെളിവുകളാണ് ഇവയെല്ലാം എന്ന് പറയുന്നത്. ഇനി ഹാരപ്പൻ സിവിലൈസേഷനിലെ വെയിറ്റ് ആൻഡ് മെഷറിലേക്ക് വരികയാണെങ്കിൽ അവിടെ എ സ്ട്രൈക്കിംഗ് ഫീച്ചർ വാസ് ഹൈ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ആക്യുറസി.
ഇത് വെയിറ്റിലൊക്കെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരുന്നു. ഉടനീളം അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രദേശങ്ങളുടനീളം സമാനമായിട്ടുള്ള പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ഇനി വെയിറ്റിലേക്ക് വരികയാണെങ്കിൽ ലോവർ ഡിനോമിനേഷന് ദേ ഫോളോവഡ് ബൈനറി സിസ്റ്റം എന്നുള്ളതാണ്. 1, 2, 4, 8, 16, 64, 32 ഈ പാറ്റേൺ ആണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ പേപ്പറിൽ പഠിക്കുന്നതാണ് ബൈനറി നമ്പേഴ്സ് ഡെസിമൽ എന്ന് പറയുന്നത്. സോ അതേസമയം ഹൈ ഡിനോമിനേഷൻ ആണെങ്കിൽ അവര് ഡെസിമൽ മൾട്ടിപ്പിൾസ് യൂസ് ചെയ്തിരുന്നു. 160, 320, 640 ഇങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ഡെസിമൽ പാറ്റേണും സ്വീകരിച്ചിരുന്നു. ഇത്രയും ആലോചിച്ച് വെക്കുക, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അതിനകത്ത് വരുന്നത് ഇവരുടെ വെയിറ്റുകൾ എന്ന് വെച്ചാൽ നമ്മുടെ തൂക്കക്കട്ട എന്ന് പറയില്ല, അത് ഉണ്ടാക്കിയിരുന്നത് പ്രധാനമായിട്ടും ചേർട്ട്, ലൈം സ്റ്റോൺ, സ്റ്റീറ്റൈറ്റ് ഇങ്ങനെയുള്ള സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ ഷേപ്പ് നമ്മളൊക്കെ നേരത്തെ തൂക്കക്കട്ടയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു എന്താ പറയുക ഒരു ഷഡ്ഭുജം അല്ലെ, അങ്ങനെയുള്ള സാധനത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അവരുണ്ടാക്കിയിരുന്നത് ക്യൂബിക്കൽ ഇൻ ഷേപ്പ് എന്നുള്ളതാണ്. അതായത് ഒരു ക്യൂബ് രൂപത്തിലുള്ള തൂക്കക്കട്ടകളൊക്കെയാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഇനി അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത് അളക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നീളം അളക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള സംഗതികൾ ഉപയോഗിച്ചിട്ടായിരുന്നു. ഫൂട്ട് അവർ ഉപയോഗിച്ചിരുന്നു. വെച്ചാൽ ഈ നമ്മുടെ എന്താ പറയുക അടി എന്ന് പറയില്ല, പക്ഷെ എന്ന് വെച്ചാൽ അവരുടെ അടി നമ്മളെ ഉപയോഗിക്കുന്ന അടിക്കണക്കും ഈക്വൽ അല്ല. ഒരു 37 സെന്റിമീറ്റർ ഒക്കെ ആയിരുന്നു അവരുടെ ഫൂട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവര് ഈ എങ്ങനെയാ പറയല് കോണുകളൊക്കെ അളക്കാനൊക്കെ വേണ്ടിയിട്ട് ഷെല്ലുകളൊക്കെ ഉപയോഗിച്ചായിട്ട് കാണുന്നുണ്ട്. നമ്മളെ എന്താണ് പറയല് ആംഗിൾസ്, ഓക്കെ, ആംഗിൾസ് കളക്കുന്നതിന് വേണ്ടിയിട്ട് ഷെല്ലുകളൊക്കെ അവർ ഉപയോഗിച്ചിട്ടായിരുന്നു. ഷെല്ലുകളുടെ എവിഡൻസ് അല്ലെങ്കിൽ ആംഗിൾസിനൊക്കെ വേണ്ടി യൂസ് ചെയ്തിരുന്ന എവിഡൻസ് ഒക്കെ സൗരാഷ്ട്ര റീജിയൻ എന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വരുന്നത് ഐവറി സ്കെയിൽ എന്ന് വെച്ചാൽ ആനക്കൊമ്പൊക്കെ ഉപയോഗിച്ചിട്ട് അവര് സ്കെയിലുകളൊക്കെ ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഷെല്ലുകളൊക്കെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് അളവുകൾക്ക് വേണ്ടി അവർ അതൊക്കെ ഉപയോഗിച്ചിരുന്നു. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഐവറി കൊണ്ട് അവര് കോമ്പ് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. കോമ്പ് എന്ന് വെച്ചാൽ ചീപ്പ്, മുടിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഐവറി കോമ്പുകളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നും കാണാം. ഇനി വരുന്നത് ട്രേഡ് ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. അതിനകത്ത് ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ബീഡ് മേക്കിംഗ് ഫാക്ടറീസ് ചാൻഹുദാരോ അതുപോലെ ലോത്തൽ, ഓരോ സിറ്റി ഞാൻ വേറെ തന്നെ എടുത്ത് പറയുന്നുണ്ട്, എന്നാലും ഞാൻ ഇവിടെ തന്നെ സൂചിപ്പിക്കുക. പല പല ഭാഗത്തായിട്ട് പല രീതിയിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഞാൻ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ ബീഡ് മേക്കിംഗ് ഫാക്ടറീസ് ആണ് ചാൻഹുദാരോ അതുപോലെ ലോത്തൽ. ക്രാഫ്റ്റ് സെന്റർ ആയിരുന്നു ചാൻഹുദാര, അങ്ങനെ അറിയിക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള ചാൻഹുദാര എന്ന് വെച്ചാൽ ഒരു ക്രാഫ്റ്റ് സെന്റർ ആയിരുന്നു. വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പറയും കേട്ടോ. സോ ബീഡ് മേക്കിംഗ് ഫാക്ടറീസ് ചാൻഹുദാരോ ലോത്തലൊക്കെ ഉണ്ടായിരുന്നു. ബീഡ്സ് ആൻഡ് ഓർണമെന്റ്സ് വെർ മേജർ എക്സ്പോർട്ട് ഐറ്റം. ഇവർ പ്രധാനമായിട്ട് കയറ്റുമതി ചെയ്തിരുന്ന എക്സ്പോർട്ട് ഐറ്റംസ് ആണ് ബീഡ് അതുപോലെയുള്ള ഓർണമെന്റ്സ് എന്നൊക്കെ പറയുന്നത്. ബീഡ് എന്ന് വെച്ചാൽ മുത്തുകൾ കേട്ടോ. ദെൻ പോർട്സ് ആൻഡ് മാരിടൈം ട്രേഡ്. ഇവർക്ക് ഒരുപാട് പോർട്ടുകൾ ഉണ്ടായിരുന്നു, അതുപോലെ കടലിലൂടെയുള്ള കച്ചവടവും ഉണ്ടായിരുന്നു. സോ നമുക്ക് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഡോക്യാർഡ് അറ്റ് ലോത്തൽ. ലോത്തൽ എന്ന് പറയുന്ന ഗുജറാത്തിലെ സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ബ്രിക്ക് ഡോക്യാർഡ് കണ്ടെത്തിയിട്ടുണ്ട്. സോ അതെന്താണ് ഇവിടെ മാരിടൈം ട്രേഡിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. മറ്റു ഒരുപാട് കോസ്റ്റൽ ട്രേഡ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. രംഗ്പൂർ, സോംനാഥ്, ബലാക്കോട്ട് ഇതൊക്കെ ഇത്തരത്തിലുള്ള കോസ്റ്റൽ ട്രേഡ് സെന്റേഴ്സ് ആണ്. ഇനി ഹാരപ്പൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി ചോദിക്കാറുള്ളത് അവർ ഓരോ സംഗതികൾ എവിടുന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ലൈക്ക് ഗോൾഡ് എവിടെ നിന്ന് കിട്ടി, സിൽവർ എവിടെ നിന്ന് കിട്ടി, സിൽവർ എന്നല്ല ഗോൾഡ്, കോപ്പർ, അതുപോലെ ലാപ്പിസ് ലസൂലി, ജെയ്ഡ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രഷ്യസ് സ്റ്റോൺസ് സംഗതികളൊക്കെ ഉണ്ട്. സോ അതൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതൊക്കെയാണ് അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നോക്കാം ഹാരപ്പൻ ഇമ്പോർട്ട്സ്. അവര് ഗോൾഡ് ഇറക്കുമതി ചെയ്തിരുന്നത് പ്രധാനമായിട്ടും അറിയാലോ ഇന്ത്യയുടെ അകത്തുനിന്ന് തന്നെ സൗത്ത് ഇന്ത്യയിലെ കോളാർ റീജിയൻ, നമ്മൾ KGF എന്ന് പറയില്ലേ, കോളാർ ഗോൾഡ് ഫീൽഡ് എന്നുള്ളതാണ്. അതായത് കർണാടകയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കർണാടകയിലെ കോളാർ റീജിയൻ. പിന്നെ ഇറാനിൽ നിന്ന് അതുപോലെ അഫ്ഗാനിസ്ഥാൻ ഇവിടെ നിന്നൊക്കെ അവരെന്ത് ചെയ്തു, ഗോൾഡ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോപ്പറിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാനിലെ K3 മൈൻസ്, ഇത് പ്രധാനപ്പെട്ട ഒരു കോപ്പർ റിസോഴ്സ് ഉള്ള സ്ഥലമാണ്, കോപ്പർ ഡെപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ്. സോ കോപ്പർ K3യിൽ നിന്ന്, പിന്നെ ബലൂചിസ്ഥാനിൽ നിന്ന്, പിന്നെ ഒമാനിൽ നിന്നൊക്കെ കോപ്പർ കൊണ്ടുവന്നു. ദെൻ ടിൻ അവർ കൊണ്ടുവരുന്നത് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സെൻട്രൽ ഏഷ്യ തുടങ്ങിയ റീജിയൻ എന്നാണ്. ദെൻ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ലാപ്പിസ് ലസൂലിയുടെ പ്രധാന കേന്ദ്രമായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ ബദക്ഷൻ എന്ന് പറയുന്നത്, ബദക്ഷൻ എന്നാണ് അവർ ലാപ്പിസ് ലസൂലി കൊണ്ടുവന്നിരുന്നത്. ദെൻ ജെയ്ഡ് എന്ന് പറയുന്ന മറ്റൊരു സ്റ്റോൺ ആണ് പാമിർ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് അവർ കൊണ്ടുവന്നിരുന്നത്. പിന്നെ ടർക്കോയ്സ് അനദർ പ്രഷ്യസ് സ്റ്റോൺ ആണ്, ഖൊറാസാൻ അല്ലെങ്കിൽ ഇറാൻ ഓർ സെൻട്രൽ ഏഷ്യൻ റീജിയൻ എന്നൊക്കെ അവർ കൊണ്ടുവന്നു. സ്റ്റീറ്റായിട്ട് പ്രധാനമായിട്ടും ഇറാനിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. ബിറ്റുമിൻ പ്രധാനമായും കൊണ്ടുവന്ന് ബലൂചിസ്ഥാൻ, മെസൊപ്പൊട്ടേമിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന്. ലെഡ് അവർ കൊണ്ടുവന്നിരുന്നത് സൗത്ത് ഇന്ത്യ, രാജസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളാണ്. സോ ഇതെല്ലാം ഓർത്തു വെക്കുക. അവരുടെ ഓരോ എന്താണ് പറയല്ലേ ഗൂഡ്സും അവർ കൊണ്ടുവന്നിരുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നാണ് എന്നുള്ളത് എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്, മാച്ച് ഓഫ് ഫോളോയിലൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ്.
ഇനി അടുത്തത് നമുക്ക് ഹാരപ്പൻ സൊസൈറ്റിനെ സംബന്ധിച്ച് ജസ്റ്റ് നോക്കാം. ഹാരപ്പൻ സൊസൈറ്റിയിലേക്ക് വരികയാണെങ്കിൽ പല സ്കോളേഴ്സും പല അഭിപ്രായങ്ങളുടെ സൊസൈറ്റിയെ പറ്റി പറയുന്നുണ്ട്. അതിൽ അവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത്. RS ശർമ്മയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ദർ വാസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അവിടെ എന്തുണ്ടായിരുന്നു? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അവിടെ ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു. അതായത് ഓരോ വിഭാഗം ആൾക്കാരും പ്രത്യേകമായിട്ടുള്ള ജോലികൾ ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് RS ശർമ്മയുടെ അഭിപ്രായം. എന്നാൽ BB ലാലിന്റെ അഭിപ്രായത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് ദർ വാസ് 2 ഡിവിഷൻസ്, സിറ്റാഡൽ ആൻഡ് ലോവർ ടൗൺ. അപ്പൊ അതുകൊണ്ട് തന്നെ സിറ്റാഡൽ എന്ന് പറയുന്നത് എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലവും ലോവർ ടൗൺ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലവുമാണെന്നൊക്കെ BB ലാൽ അഭിപ്രായപ്പെടുന്നു. സോ ദർ വാസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ സോഷ്യൽ ഹൈറാർക്കി അവിടെ ഉണ്ടായിരുന്നു. ദെൻ ഗ്രിഗറി പൊസേലിന്റെ അഭിപ്രായത്തിൽ ഡൈവേഴ്സിറ്റി വിത്തിൻ സിറ്റീസ്. അദ്ദേഹം പറയുന്നത് ഇവിടെ ലോവർ ടൗണും സിറ്റാഡലായിട്ട് തിരിക്കുന്നല്ല, അല്ലാതെ തന്നെ ഇതിനകത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് എവിഡൻസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അവിടെ ഉണ്ട്. ലാക്ക് ഓഫ് മോണമെന്റൽ ബിൽഡിംഗ്, ലെസ് റിജിഡിറ്റി, റിജിഡ് പൊളിറ്റിക്കൽ ഹൈറാർക്കി. ഇതിങ്ങനെയുള്ള മോണമെന്റൽ ബിൽഡിങ്ങുകളുടെ എണ്ണം കുറവായിരുന്നു, കാരണം അവിടെ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഹൈറാർക്കി ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഡിവിഷൻ ഉണ്ടായിരുന്നെങ്കിലും ഡൈവേഴ്സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ ഈ പറഞ്ഞ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഭയങ്കര എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നില്ല, കാരണം അങ്ങനെയുള്ള ഭയങ്കര ബിൽഡിങ്ങുകളൊന്നും അവിടെ കാണാനും ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ഒരാളാണ് ജോനാഥൻ മാർക്ക് കെനോയർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ട്രേഡ് ക്രിയേറ്റഡ് വെൽത്ത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഒരു മെർച്ചന്റ് എലീറ്റ് ഉണ്ടായിരുന്നു, അവിടെ പൈസക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് കൺട്രോൾ ഓവർ ഇന്റർ റീജിയണൽ ട്രേഡ്, ഇവർക്കാണ് അവിടെ ഈ പറഞ്ഞ മെസപ്പൊട്ടേമിയയും സെൻട്രൽ ഏഷ്യയൊക്കെ ആയിട്ടുള്ള ട്രേഡിന്റെ ഒക്കെ കുത്തക ഉണ്ടായിരുന്നത് ഈ മെർച്ചന്റ് എലീറ്റിനായിരുന്നു. സോ അവർ കൈൻഡ് ഓഫ് ഒരു പ്രിവിലേജ്ഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി ആയിരുന്നു എന്നൊക്കെ ജോനാഥൻ മാർക്ക് കെനോയർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആൻഡ് അവിടെ എന്താണ്? ഹരപ്പൻ സൊസൈറ്റി സ്ട്രാറ്റിഫിക്കേഷൻ വിതൗട്ട് ക്ലിയർ മൊണാർക്കി. എന്നാൽ അവിടെ ഭരണവർഗം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കുലീനരായിട്ടുള്ള റോയൽ ഡൈനസ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവിടെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇവിടെ ട്രേഡും ക്രാഫ്റ്റും അർബൻ പ്ലാനിങ് ഒക്കെ അവിടെ സോഷ്യൽ സ്ട്രക്ചർ നിർമ്മിച്ചു, അതിലേക്ക് കാരണമായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവര് മനസ്സിലാക്കുന്നത്. പൊതുവെ നമുക്ക് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഹാരപ്പയിലെ സൊസൈറ്റി കഴിഞ്ഞ അവരുടെ പോളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ജോൺ മാർഷലിന്റെ അഭിപ്രായത്തിൽ സെൻട്രലൈസ്ഡ് അതോറിറ്റി ബൈ റൂളിംഗ് എലീറ്റ്, അവിടെ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ജോൺ മാർഷൽ പറയുന്നത് അവിടെ ഒരു റൂളിംഗ് എലീറ്റ് ഉണ്ടായിരുന്നു. കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് പബ്ലിക് സ്ട്രക്ചർ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഒരുപാട് വെറൈറ്റി ബിൽഡിങ്ങുകൾ, പബ്ലിക് ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട്, ഗ്രേറ്റ് ബാത്ത് പോലത്തെ. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പ്രസൻസ് ഓഫ് പ്രീസ്റ്റ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ്, ഒന്നെങ്കിൽ അവിടെ പ്രീസ്റ്റ്ലി അല്ലെങ്കിൽ പുരോഹിതർ ഭരിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ് അവിടെ ഉണ്ട് എന്നൊക്കെയാണ് ജോൺ മാർഷലിന്റെ അഭിപ്രായം. ഗോർഡൻ ചൈൽഡ് പറയുന്നത് വെച്ചാല് അർബൻ സിറ്റീസ് ആസ് പാർട്ട് ഓഫ് എ സ്റ്റേറ്റ് ലെവൽ സൊസൈറ്റി, അവിടെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ട്രേഡ് ആൻഡ് ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ ഇൻ അർബൻ ഗ്രോത്ത്. സോ ഇതൊക്കെ എന്താണ്? അവിടെ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്നു എന്നൊക്കെ ഗോർഡൻ ചൈൽഡ് പറയുന്നു. മോർട്ടിമർ വീലർ പറയുന്നത് മിലിറ്ററൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ്. റൂളേഴ്സ് ഇൻവോൾവ് ഇൻ ഡിഫൻസ്. ആൻഡ് അദ്ദേഹം പറയുന്നത് ഐഡിയ ഓഫ് പ്രീസ്റ്റ് കിങ് റോൾ, റിലീജിയസ് പ്ലസ് പൊളിറ്റിക്കൽ പവർ. അവിടെ ഒരു റൂളർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് റൂളിംഗ് അതോറിറ്റി അവിടെ ഉണ്ടായിരുന്നു, മിലിറ്ററിലൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം പിന്നീട് ആര്യൻ ഇൻവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആര്യൻ ഇൻവേഷൻ ഒരുപാട് ആക്രമണത്തിന്റെയും ഒരുപാട് ഡാമേജ് വന്നതിന്റെ, പരിക്ക് പറ്റിയതിന്റെ തെളിവുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മൾ ആ സമയത്ത് പറയട്ടോ. സപ്പോർട്ടഡ് ദ ഐഡിയ ഓഫ് സ്റ്റുവാർട്ട് പിഗോട്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ മോർട്ടിമർ വീലർ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റുവാർട്ട് പിഗോട്ടിന്റെ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റുവാർട്ട് പിഗോട്ടിനും സമാനമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത്. വീലർ പറഞ്ഞൊരു കാര്യമാണ് ടിൻ ക്യാപിറ്റൽസ് ഓഫ് ഹരപ്പ ആൻഡ് മോഹൻജദാര. ഇത് ഹരപ്പയും മോഹൻജദാരയും രണ്ട് ക്യാപിറ്റൽ ആണ് ഇവരുടെ എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഹൈലി സെൻട്രലൈസ്ഡ് എംപയർ റൂൾഡ് ബൈ ഓട്ടോക്രാറ്റിക് പ്രീസ്റ്റ് കിങ്. ഇവിടെ ഭരിച്ചിരുന്നത് പ്രീസ്റ്റ് കിങ് ആയിരുന്നു എന്നൊക്കെ ആര് പറയുന്നു? വീലർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തൊരാളാണ് ജിം ഷാഫർ എന്ന് പറയുന്നത്, ജിം ജി ഷാഫർ. അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ട്രേഡ് നെറ്റ്വർക്ക്. അവിടെ ഭരിച്ചിരുന്നത് ട്രേഡ് നെറ്റ്വർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു.
ആൻഡ് ലെസ് എംഫസൈസ് ഓൺ റിജിഡ് സെൻട്രൽ സ്റ്റേറ്റ്. അങ്ങനെയുള്ള റിജിഡ് സെൻട്രൽ സ്റ്റേറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ട്രേഡ് നെറ്റ്വർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണ രീതിയൊക്കെയാണ് അവിടെ നിലനിന്നിരുന്നതെന്നാണ് ജിം ജി ഷാഫറിന്റെ അഭിപ്രായം. ഇനി ഷിറീൻ രത്നാകർ പറയുന്നത് economic control through trade and craft regulation, elites managed inter-regional trade. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നെ അതായത് ഇവിടെ ഒരു എക്കണോമിക് കൺട്രോൾ ട്രേഡും ക്രാഫ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. അതിന്റെ എലീറ്റ് ആയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ ഇന്റർ റീജിയണൽ ട്രേഡ് കൺട്രോൾ ചെയ്തു. മെസോപ്പൊട്ടേമിയ, ഒമാൻ, സെൻട്രൽ ഏഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രേഡുകളൊക്കെ അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് അല്ല, ഇനി ശേഷം ഇനിയുണ്ട്. ഓക്കെ, എന്തായാലും അടുത്തൊരാളാണ് വാൾട്ടർ എ ഫെയർ സർവീസ്. ഓക്കെ, ഇയാൾ പറഞ്ഞെന്താ വെച്ചാല് ഹരപ്പ നൈദർ എംപയർ നോർ സ്റ്റേറ്റ്. ഇതൊരു എംപയറോ സ്റ്റേറ്റോ ഒന്നും ആയിരുന്നില്ല. ആൻഡ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, പ്രീസ്റ്റ് കിങ് ഉണ്ടായിരുന്നില്ല, അതുപോലെ നോ സ്ലേവ് ഓർ സ്റ്റാൻഡിങ് ആർമി ഓർ കോർട്ട് ഒഫീഷ്യൽസ്. ഇങ്ങനെയുള്ള രാജാവോ അല്ലെങ്കിൽ ഈ സ്ലേവുകളോ സ്റ്റാൻഡിങ് ആർമിയോ കോർട്ട് ഒഫീഷ്യൽസോ ഒന്നും ഉണ്ടായിരുന്നു ഇല്ല. ആൻഡ് മോഹൻജദാരോയിൽ കുറെ ബിൽഡിംഗ് ഉണ്ട് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുള്ളത്, അത് എങ്ങനെ ഉണ്ടായതാവും ശരി അദ്ദേഹം പറയുന്നത് സെറിമോണിയൽ ഓർ സെറിമോണിയൽ സെന്റർ ആണ്, നോട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ. ഇതൊരു കൈൻഡ് ഓഫ് ആചാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള നമ്മുടെ എന്താ പറയല് ഒരു നമ്മുടെ സെറിമോണിയൽ സെന്റർ ആയിരുന്നു, അല്ലാതെ ഭരണത്തിന്റെ കേന്ദ്രം ഒന്നല്ല. അങ്ങനെ അവിടെ ഭരണമൊന്നും ഉണ്ടായിട്ടില്ല, അതൊരു എംപയറോ ഒരു സ്റ്റേറ്റോ ഒന്നും അല്ല എന്നാണ് വാൾട്ടർ എ ഫയർ സർവീസ് അഭിപ്രായപ്പെട്ടത്. ദെൻ പോസലിന്റെ അഭിപ്രായത്തിലേക്ക് വരികയാണെങ്കിൽ ഹർപ്പൻസ് റൂൾഡ് ബൈ കൗൺസിൽസ് നോട്ട് കിങ്സ്. അദ്ദേഹം പറഞ്ഞത് കൗൺസിലാണ് ഭരിച്ചിരുന്നത്, അല്ലാതെ കിങ്ങുകൾ അല്ല, പ്രീസ്റ്റ് കിങ് ഒന്നും അല്ല, പകരം എന്താണ് ഇറ്റ് വാസ് റൂൾഡ് ബൈ എ കൗൺസിൽ. ദെൻ കെനോയറിന്റെ അഭിപ്രായത്തില് കോമ്പീറ്റിംഗ് ക്ലാസ് ഓഫ് അർബൻ എലീറ്റ്സ്, റിച്വലിസ്റ്റ് ആൻഡ് മെർച്ചൻസ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തമ്മിൽ പരസ്പരം ഒരു കോമ്പറ്റീഷൻ കാണാൻ പറ്റിയിരുന്നു എന്നൊക്കെയാണ് കെനോയറിന്റെ അഭിപ്രായം. ഇവരൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ട് ഒരു വടംവലി അവിടെ നടന്നിരുന്നു എന്നാണ്, മെർച്ചൻസും അതുപോലെ തന്നെ അർബൻ എലീറ്റ് റിച്വലിസ്റ്റുകളൊക്കെ തമ്മിൽ. എസ് സി മാലിക്കിന്റെ അഭിപ്രായത്തിൽ ഹരപ്പ ലാക്സ് ഇമ്പോസിംഗ് മോണമെന്റ്സ് ആൻഡ് സുപ്രീം ഗോഡ്സ്. അവർക്ക് ഭയങ്കര മോണമെന്റ്സോ സുപ്രീം ഗോഡ്സോ ഒന്നും ഇല്ല. നോ സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് എ ചീഫ്ഡം പോളിറ്റി. അവിടെ സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നില്ല, കൈൻഡ് ഓഫ് റൂറൽ ആയിട്ടുള്ള ചീഫ്ഡം പോളിറ്റിയാണ് അവിടെ നിലനിന്നിരുന്നതെന്നാണ് എസ് സി മാലിക്കിന്റെ അഭിപ്രായം. ഇതൊക്കെയാണ് അവരുടെ പോളിറ്റിനെ പറ്റി പറയാൻ. സോ നമ്മൾ അവരുടെ സൊസൈറ്റി, പോളിറ്റി, ട്രേഡ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ലെറ്റ്സ് സീ ദെയർ റിലീജിയൻ. അവരുടെ റിലീജിയനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. റിലീജിയനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ റിലീജിയസ് പ്രാക്ടീസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആൻഡ് കാരണം പറയുന്നത് പശുപതി സീൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിനാണ് പ്രോട്ടോ ശിവ എന്ന് പറയുന്നത്. ആൻഡ് യൂണിക്കോൺ മോട്ടീവ്സ്, അതായത് സിംഗിൾ ഹോൺ ബുള്ളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്, ഹംബ്ഡ് ബുള്ളിനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഗ്രേറ്റ് ബാത്ത് റിച്വൽ അല്ലെങ്കിൽ സെറിമോണിയൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. സോ ഗ്രേറ്റ് ബാത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ റിലീജിയൻ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, ആ ഗ്രേറ്റ് ബാത്ത് അവർ യൂസ് ചെയ്തിരുന്നത് മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക്, സെറിമോണീസിനൊക്കെയാണ് എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ ഫയർ അൽത്താർസ്, കാലിബംഗാനിലൊക്കെ എന്ത് ചെയ്തിട്ട് ഒരുപാട് അഗ്നികുണ്ഡങ്ങൾ കണ്ടിട്ടുണ്ട്, ഫയർ അൽത്താർ കണ്ടിട്ട് കാലിബംഗാൻ ലോകത്തിൽ ഇവിടെ രണ്ടിടത്താണ് അഗ്നികുണ്ഡങ്ങൾ ഫയർ അൽത്താർസ് കണ്ടിട്ടുള്ളത്. സോ അതെന്തായിരിക്കും, റിച്വൽ പേർപ്പസിന് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട വേർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഫയർ അൽത്താർ എന്ന് മനസ്സിലാവുന്നു. സോ അവർക്ക് റിലീജിയൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി അവരുടെ ഡയറ്റിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ മദർ ഗോഡ്സ് ഉണ്ടായിരുന്നു, ഫെർട്ടിലിറ്റി എന്താണ് പറയുക വേർഷിപ്പ് എന്ന് പറയുന്ന, അവർക്ക് ഒരുപാട് വിളവ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അവർ മദർ ഗോഡസിനെ വേർഷിപ്പ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. കൂടുതലും മദർ ഗോഡസ് ആണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ പൈപ്പാൽ ട്രീ, ഇങ്ങനെയുള്ള മരങ്ങളെ ആരാധിക്കുക, അതുപോലെ ഹംബ്ഡ് ബുൾ, കാളയെ ആരാധിക്കുക, ബേർഡ്സ്, പ്രത്യേകിച്ച് ഡോഗ് ആൻഡ് പീജിയൻ, ഇതൊക്കെ അവരുടെ ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് സീലുകളൊക്കെ കണ്ടിട്ടുണ്ട്. സോ ബേർഡ്സിനെയൊക്കെ ആരാധിച്ചിരുന്നിരിക്കാം. ദെൻ വൺ ഹോർഡ് യൂണിക്കോൺ എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് റൈനോ ആവാം, അല്ലെങ്കിൽ റൈനോയുടെ രൂപത്തിലൊരു യൂണിക്കോൺ, ഒരു സിംഗിൾ കൊമ്പുള്ള ഒരു ജീവിനെയൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എന്തായാലും അവർക്ക് റിലീജിയനിലേക്ക് ഒരുപാട് വെളിച്ചം വീശുന്ന തെളിവുകളായിട്ട് ഇതിനൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി പശുപതി സ്റ്റീലിനെ പറ്റി ഒരുപാട് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. സോ പശുപതി സ്റ്റീൽ എന്ന് പറയുന്നത് പ്രോട്ടോ ശിവ അല്ലെങ്കിൽ പശുപതി എന്ന് പറയുന്നത്, സോ അതിനകത്ത് ഏതൊക്കെ ആനിമൽസ് ആണുള്ളത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിനകത്ത് ആ സീലിനകത്ത് ഇവ സറൗണ്ടഡ് ബൈ എലിഫന്റ്, ടൈഗർ, റൈനോസറസ്, ബഫല്ലോ, ഇങ്ങനെയുള്ള എലിഫന്റ്, ടൈഗർ, റൈനോസറസ്, ബഫല്ലോ ഒക്കെ അതിനെ സറൗണ്ട് ചെയ്ത് കാണാം. ആൻഡ് ബിലോ ദ സീറ്റ്, അതായത് അയാളുടെ കാലിന്റെ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2 ഡിയർ, 2 മാനുകളെയും നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ജീവികളൊക്കെ ഈ സീലിനകത്തുണ്ട്, എലിഫന്റ്, ടൈഗർ, റൈനോസറസ്, ബഫല്ലോ, ഡിയർ, ഇതൊക്കെ അതിൽ ഉണ്ട്. ഇനി ഹാരപ്പൻ ബറിയൽ പ്രാക്ടീസ്, റിലീജിയനായിട്ട് ബന്ധപ്പെട്ടിരുന്ന മറ്റൊരു സംഗതിയാണ് ബറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഹാരപ്പയിൽ
അവര് ബറിയൽ എന്നുള്ളതിനായിട്ട് ബന്ധപ്പെട്ട് 3 ടൈപ്പ് ബറിയൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. 3 രീതിയിലുള്ള ബറിയൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ ഡെഡ് ബോഡീസ് അവർ പ്ലേസ് ചെയ്തിരുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. നമ്മളൊക്കെ ഇപ്പോ ഈസ്റ്റ് വെസ്റ്റ്, അതായത് റിലീജിയനൊക്കെ അനുസരിച്ച് മാറ്റണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളും മറവുന്നത്. അവരുടെ സമയത്ത് ഹാരപ്പൻസ് അവർ ചെയ്തത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് ഈ പറഞ്ഞ ബറിയൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് ഗ്രേവ് ഗോഡ്സ് ഇൻക്ലൂഡഡ് ഫുഡ്, പോട്ടറി, ഓർണമെന്റ്സ്, ടൂൾസ്. അതായത് നമ്മൾ ഒരാൾ മറവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫുഡ്, പോട്ടറി, ഓർണമെന്റ്, ടൂൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവർ അതിൽ കീപ്പ് ചെയ്തിരുന്നു. കാരണം ഇയാൾ അടുത്ത റീബർത്ത് സമയത്ത് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. ഓക്കെ. സിമ്പിൾ ഇൻ നേച്ചർ. അതുപോലെ തന്നെ മെസ്സൊപ്പൊട്ടേമിയയിലും ഈജിപ്തിലൊക്കെ അവർ ഫറോവകൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തു, പിരമിഡ് ഉണ്ടാവുന്നു. ഭയങ്കര ഗംഭീരമായിട്ടുള്ള മരണാനന്തര ജീവിതത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് അവർ ചെയ്തിരുന്നതെങ്കിൽ ഹരപ്പയിൽ അങ്ങനെയുള്ള സംഗതികളൊന്നും വല്ലാതെ കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് വരുന്നത് ഇവരുടെ റിലീജിയനെ പറ്റിയിട്ട് തന്നെ പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ റിലീജിയനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ പ്രൈവറ്റ് ആയിരുന്നു റിലീജിയൻ, പബ്ലിക് ലൈഫിലേക്ക് അവർ റിലീജിയനെ കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ നമുക്ക് പല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ടൈപ്സ് ഓഫ് ബറിയൽ, ബറിയൽ 3 തരം ഉണ്ടായിരുന്നു. ഒന്ന് കംപ്ലീറ്റ് ബറിയൽ എന്ന് വെച്ചാൽ ഫുൾ ബോഡി അവർ മറമാടുന്ന അല്ലെങ്കിൽ ബറി ചെയ്യുന്ന രീതിയാണ് കംപ്ലീറ്റ് ബറിയൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതിയാണ് ഫ്രാക്ഷണൽ ബറിയൽ എന്ന് വെച്ചാൽ പകുതി. ഇതിങ്ങനെയാണ് ബോൺസ് കളക്ടഡ് ആഫ്റ്റർ എക്സ്പോഷർ ഓഫ് ദ ബോഡി ടു ബേർഡ്സ് ആൻഡ് ബീസ്റ്റ് എന്ന് വെച്ചാൽ ജീവികൾക്കും പക്ഷികൾക്കും ഒക്കെ തിന്നാൻ കൊടുക്കും ബോഡി, എന്നിട്ട് ബോഡി തിന്ന് അതിന്റെ ഫ്ലഷ് ഈ ജീവികളെ കഴിച്ചതിന് ശേഷം അതിന്റെ ബോണുകൾ എടുത്തിട്ട് എന്ത് ചെയ്യും, ബറി ചെയ്യുന്ന മറ്റൊരു പ്രാക്ടീസ്. മൂന്നാമത്തെ രീതിയാണ് ക്രിമേഷൻ ബറിയൽ എന്ന് വെച്ചാൽ അവർ ബോഡി ക്രിമേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ കത്തിക്കും. ഓക്കെ. എന്നിട്ട് അതിന്റെ ആഷ് എന്ന് വെച്ചാൽ ചാരം എടുത്തിട്ട് എന്ത് ചെയ്യും, ബറി ചെയ്യുന്ന രീതിയും അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ കംപ്ലീറ്റ് ബറിയൽ, ഫ്രാക്ഷണൽ ബറിയൽ, അതുപോലെ പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ. ഇങ്ങനെ പറയാം, പോസ്റ്റ് ക്രിമേഷനുള്ളതിന് മുന്നേ പോസ്റ്റ് എടുക്കുക. ഇത് ക്രിമേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ആഷ് അവര് ബറി ചെയ്യുന്ന രീതിയും അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ആണ് സുർക്കോട്ട് ഡ എന്ന് പറയുന്നത്. സുർക്കോട്ട് ഡ അതായത് പോട്ട് ബറിയൽ എന്നുള്ളതാണ്. അതായത് ഈ ആഷ് എന്തിലാക്കിയിട്ട് ബറി ചെയ്യും, പോട്ട് എന്ന് വെച്ചാൽ പാത്രത്തിലാക്കിയിട്ട് അവർ ബറി ചെയ്യും. സോ സുർക്കോട്ട് ഡ അവിടെ പോട്ട് ബറിയലാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഫ്രാക്ഷണൽ ബറിയൽ ഉണ്ടായിരുന്ന ഒരു സൈറ്റ് ആണ് ബഹാവൽപൂർ എന്ന് പറയുന്നത്. ബഹാവൽപൂർ എന്ന് വെച്ചാൽ സിന്ധിലെ ഒരു പ്രദേശമാണ്. അവിടെ കംപ്ലീറ്റ് അല്ല, ഫ്രാക്ഷണൽ ബറിയലാണ് ഉണ്ടായിരുന്നത്. അതായത് ഡെഡ് ബോഡി മരിച്ചതിന് ശേഷം എല്ലുകൾ മാത്രം ബറി ചെയ്യുന്ന രീതി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കംപ്ലീറ്റ് ബറിയൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഹാരപ്പ എന്ന് പറയുന്നത്. ഹരപ്പ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അവിടെ നമ്മൾ കഫിൻ ബറിയൽ എന്നാണ് പറയുന്നത്. കഫിൻ എന്ന് വെച്ചാല് ഡെഡ് ബോഡി പെട്ടിയിലാക്കിയിട്ട് അടക്കുന്ന രീതിയാണ് കഫിൻ ബറിയൽ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള രീതിയൊക്കെ ഹാരപ്പയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ലോത്തൽ, അതുപോലെ കാളിബംഗാൻ, ലോത്തൽ, കാളിബംഗാൻ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാല് ജോയിന്റ് ബറിയൽ ഉണ്ടായിരുന്നു. ജോയിന്റ് ബറിയൽ എന്ന് വെച്ചാൽ സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് ബറി ചെയ്യുന്ന, മെയിൽ ആൻഡ് ഫീമെയിൽ എന്ത് ചെയ്യും, ഒന്നിച്ച് ബറി ചെയ്യുന്ന രീതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ രൂബാറില് ഡോഗിനെ ബറിയലിന്റെ കൂടെ അടക്കം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. മാസ്റ്ററിന്റെ ഡോഗിനെ മാസ്റ്റർ മരിച്ചാൽ കൂട്ടത്തിൽ അടക്കം ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. ഇത്തരത്തിൽ പല രീതിയിലുള്ള ബറിയൽസും അവിടെ ഉണ്ടായിരുന്നു. ഇനി ഹാരപ്പൻ സ്ക്രിപ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അൺഫോർച്ചുനേറ്റ്ലി ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇറ്റ് വാസ് എ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഒരു ചിത്രലിപി ആയിരുന്നു. ഇതിന് നമ്മൾ അത് എന്ത് പറയാറുണ്ട്, ലോഗോ സിലബിക് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് പെർട്ടിക്കുലർ പിക്ചർ ഹാസ് എ മീനിങ്, അല്ലെങ്കിൽ ആ ഒരു ലോഗോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ സിമ്പിൾ എന്തുണ്ട്, ഒരു അർത്ഥം സെൻസ് അതൊരു വേർഡ് ആണ്, ഒരു സിലബിൾ ആണ്. അതായത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വാക്കായിരിക്കും എന്നതാണ്. അപ്പൊ നമ്മളൊരു കാളന് ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കാളയാണ്, നമ്മൾ കാളാന്ന് എഴുതുകയാണെങ്കിൽ 2 അക്ഷരമാണ്, കാന്ന് എഴുതണം, നീട്ടി കൊടുക്കണം, എന്നിട്ട് ലാന്ന് എഴുതണം. സോ അങ്ങനെയാണെങ്കിൽ കാളയുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതെന്ത് ലോഗോ സിലബിക്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ് ആണെന്നുള്ളതാണ്. ഹാരപ്പൻ റൈറ്റിംഗ് വാസ് ബൂസ്ട്രോഫെഡൻ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണോ. ഹരപ്പൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബൂസ്ട്രോഫെഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ്. അതിന്റെ ബൂസ്ട്രോഫെഡൻ എന്ന റൈറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് അറബിക്കൊക്കെ എഴുതുന്ന പോലെ വലത്ത് നിന്ന് തുടങ്ങും. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റിൽ അവസാനിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ലെഫ്റ്റിൽ നിന്ന് വീണ്ടും തുടങ്ങി റൈറ്റിൽ അവസാനിക്കും. പിന്നെ റൈറ്റിൽ നിന്ന് പിന്നെ തുടങ്ങി ലെഫ്റ്റിൽ, ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു കൈൻഡ് ഓഫ് അൺഎൻഡിങ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിരിക്കുന്നതാണ്. വലത്ത് തുടങ്ങി അടുത്ത് അവസാനിക്കുന്നു, പിന്നെ അടുത്ത് വീണ്ടും തുടങ്ങുന്നു, വലത്തെത്തുന്നു, വലത്ത് വീണ്ടും തുടങ്ങി അടുത്ത് പോകുന്നു. ഈ രീതിയിലാണ് അവരുടെ ഒരു റൈറ്റിംഗ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ നമുക്ക് ഇതുവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ക്രിപ്റ്റ് അൺഡിസൈഫേർഡ് സ്ക്രിപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ള സീലുകളിൽ, പോട്ടറികളിൽ, അതുപോലെയുള്ള ക്ലേ ടാബ്ലറ്റുകളിലൊക്കെ ഇവരുടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഷോർട്ട് ഇൻസ്ക്രിപ്ഷൻ 2 മുതൽ 26 വരെ സിമ്പിൾസ് ഒക്കെയാണ്, 4 മുതൽ 26 വരെ സിമ്പിൾസ് ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ദെൻ നോട്ട് കൺഫേംഡ് ലിങ്ക് വിത്ത് അതർ ആൻഷ്യൻ സ്ക്രിപ്റ്റ്, ഇതിന് മറ്റൊരു ആൻഷ്യൻ സ്ക്രിപ്റ്റുകളുമായിട്ടും ഒരു ലിങ്കും ഇല്ല, അതുകൊണ്ട് തന്നെ അത് വായിച്ചെടുക്കാൻ പറ്റിയിട്ടും ഇല്ല എന്നുള്ളതാണ്. ദെൻ ഈ ചിത്രങ്ങൾ, അതായത് ഈ സ്ക്രിപ്റ്റിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആനിമൽസിനൊക്കെ സീലുകൾ ഉണ്ടായിരുന്നു, ഫിഗറിൻസ് ഉണ്ടായിരുന്നു. അതിൽ ആനിമൽസ് ഡിയർ, പിഗ്, ബോർ, എലിഫന്റ്, ക്യാമൽ, ഗോട്ട്, ടോർട്ടോയ്സ്, ഫിഷ്, മങ്കി, ഡക്ക്, പീകോക്ക്, റാബിറ്റ് തുടങ്ങിയിട്ടുള്ള ആനിമൽസ് ഒക്കെ അവരുടെ സീലുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇൻഡസ് വാലിയിലെ അവരുടെ എന്താണ് പറയല് ടൗൺ പ്ലാനിങ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഇവിടെ സിറ്റി സ്ട്രക്ചർ 2 പാർട്ടാണ് ഉണ്ടായിരുന്നത്, അപ്പർ ടൗണും ലോവർ ടൗണും, അതായത് സിറ്റാഡലും ലോവർ ടൗണും. സിറ്റാഡൽ എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റ്, അതായത് പടിഞ്ഞാറ് ഭാഗത്താണ് സിറ്റാഡൽ ഉണ്ടായിരുന്നത്. അതിന്റെ കിഴക്ക് ഭാഗത്ത് ഈസ്റ്റിലാണ് ഉണ്ടായിരുന്നത് ലോവർ ടൗൺ ഉണ്ടായിരുന്നത്. ലോവർ ടൗൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബിഗർ ആയിരിക്കും, പക്ഷേ ലോ ആയിരിക്കും, താഴായിരിക്കും ഉണ്ടാവുക. സിറ്റാഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ആണ്, എലവേറ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് നമ്മൾ പറയാം. വെച്ചാൽ ഉയർന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ട് ഒരു സ്റ്റേജ് പോലെ കെട്ടി ഉയർത്തിയിട്ടുള്ള സ്ഥലമായിരിക്കും സിറ്റാഡൽ എന്ന് പറയുന്നത്. അങ്ങനെ സിറ്റാഡൽ വാസ് നോർമലി ഫോർട്ടിഫൈഡ് ആയിരിക്കും, അതിനെന്ത് ചെയ്യും, ഫോർട്ടിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇനി സുർക്കോട്ടയിലും കാളിബംഗാളിലും ലോവർ ടൗൺ ഓൾസോ ഫോർട്ടിഫൈഡ് എന്നുള്ളതാണ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ നമ്മുടെ അപ്പർ ടൗൺ അല്ലെങ്കിൽ സിറ്റാഡൽ മാത്രമല്ല ലോവർ ടൗണും ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതേസമയം ചാൻഹുദാരോയിൽ നോ ഫോർട്ടിഫിക്കേഷൻ എന്നുള്ളതാണ്. അവിടെ എന്തില്ല, ഫോർട്ടിഫിക്കേഷൻ ഇല്ലേ ഇല്ല, അപ്പർ ടൗണിനും ഇല്ല ലോവർ ടൗണിനും ചാൻഹുദാരോയിൽ ഫോർട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു സൈറ്റ് കൂടി നമുക്ക് നോക്കാം, അതാണ് ധോളവീര എന്ന് പറയുന്നത്. ധോളവീരന്റെ പ്രത്യേകത വെച്ചാല് അവിടെ അപ്പർ ടൗണും ലോവർ ടൗണും മാത്രമല്ല, ദർ വാസ് എ മിഡിൽ ടൗൺ ഓൾസോ, അവിടെ ഒന്ന് എക്സ്ട്രാ ഉണ്ട് എന്ന് ആലോചിക്കാം. ഇനി ഗ്രിഡ് പാറ്റേണിലാണ് അവരുടെ സിറ്റീസ് ഉണ്ടായിരുന്നത്. ദെൻ സ്ട്രേറ്റ്സ് റാൻ നോർത്ത് ടു സൗത്ത്, എന്ന് വെച്ചാൽ നോർത്ത് ടു സൗത്തിലേക്കാണ് സ്ട്രീറ്റുകൾ പോയിരുന്നത്. ദെൻ 30 feet വൈഡ് ആയിരുന്നു, 30 feet വൈഡ് ആയിട്ട് ഉണ്ടായിരുന്നു. ദെൻ സ്മോളർ ലൈൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ്, എന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് ഉണ്ടാവുക, റൈറ്റ് ആംഗിളിൽ, എന്ന് വെച്ചാൽ മട്ട കോണിൽ കട്ട് ചെയ്യും, നമ്മൾ പോലെ വളഞ്ഞിട്ടുള്ള റോഡൊന്നല്ല, കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ആംഗിളിലാണ് കട്ട് ചെയ്തിരുന്നത് റോഡുകൾ. ദെൻ വാട്ടർ ആൻഡ് ഡ്രൈനേജ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാ. ദെൻ സാനിറ്റേഷനും വാട്ടറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ധോളവീരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ 16 റോക്കറ്റ് റിസർവോയേഴ്സ്, ഇങ്ങനെയാ പറയുന്നത്. ഹരപ്പയില് മോഹൻജോദാരോയില് ഒരുപാട് കിണറുകൾ ഉണ്ടായിരുന്നു, വെൽസ് ഉണ്ടായിരുന്നു. ഹരപ്പയിൽ കിണറുകളുടെ എണ്ണം കുറവായിരുന്നു, എന്നാലും കാണാം. ധോളവീരയിൽ കിണറുകളല്ല, പകരം എന്താണ്, വാട്ടർ റിസർവോയേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഗ്രേറ്റ് ബാത്ത് അറ്റ് മോഹൻജോദാരോ പബ്ലിക് ടാങ്ക് ആയിരുന്നു ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എവറി ഹൗസ് ഹാഡ് പ്രൈവറ്റ് വെൽസ്, അവിടെയൊക്കെ എന്തായിരുന്നു, വീടുകളിൽ കിണറുകൾ കാണാനായിട്ട് പറ്റുമായിരുന്നു. ദെൻ ഫ്ലഷ് ടോയ്ലറ്റ്, നമ്മൾ ഇന്നൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഫ്ലഷ് ടോയ്ലറ്റുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. ദെൻ മാൻ ഹോൾസ് ഫോർ ക്ലീനിങ്, ഡ്രൈനേജിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാൻ ഹോളുകൾ വെച്ചിരുന്നു ക്ലീൻ ചെയ്യാനായിട്ടും വേണ്ടി. ഇനി ഓരോ സൈറ്റിനെ പറ്റി നമ്മൾ വേറെ എടുത്ത് പറയും കേട്ടോ, അപ്പൊ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. നമുക്ക് ആദ്യമായിട്ട് മോഹൻജോദാരോനെ പറ്റി നോക്കാം. മോഹൻജോദാരോ നമ്മൾ എല്ലാ ഇൻഫർമേഷനും കുത്തി നിറച്ചിട്ടില്ല, അതേസമയം വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതികൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മെറ്റീരിയൽ ഷെയർ ചെയ്യാം, അപ്പൊ അതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചിട്ടും ബാക്കി കാര്യങ്ങളിലേക്ക് എത്താം എന്നുള്ളതാണ്. നമ്മുടെ മോഹൻജോദാരോയിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് ഇറ്റ് വാസ് എക്സ്കവേറ്റഡ് ബൈ R.D. ബാനർജി 1922 ആലോചിക്കട്ടോ. 23 എന്ന് വെച്ചാൽ കംപ്ലീഷൻ സമയമായിരിക്കും. പിന്നീട് ഒരുപാട് ഘട്ടങ്ങളായിട്ട് അവിടെയൊക്കെ എക്സ്കവേഷൻ പിന്നീട് നടത്തിയിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് ബാത്ത് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ അവരെ നടത്തിയിരുന്നു. അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് വെച്ചൊരു പൂളാണ്, അപ്പൊ വാട്ടർ പ്രൂഫിങ്ങിന് ജിപ്സം ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്, ലൈവ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ ടെക്നോളജി വളരെ ഹൈ ആയിരുന്നു എന്ന് ചുരുക്കം. ദെൻ ഗ്രാനറീസ്, ഗ്രേറ്റ് ഗ്രാനറീസ് ഉണ്ടായിരുന്നു.
അസംബ്ലി ഹാൾ ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ മോഹൻജദാരോയുടെ സവിശേഷതയാണ്. ദെൻ പ്രൈവറ്റ് വെൽസ് ഉണ്ടായിരുന്നു. ആൻഡ് ആർട്ടിഫാക്ട്സ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ് ബിയർഡ് മെൻ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ സ്റ്റേറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ പശുപതിന്റെ സീൽ, ബ്രോൺസ് ഡാൻസിംഗുകളൊക്കെ മോഹൻജദാരോ എന്ന് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഹാരപ്പയിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വാസ് എക്സ്കവേറ്റഡ് ബൈ ദയാറാം സാഹ്നി 1921. ദെൻ ഒരുപാട് ലാർജ് ഗ്രാനറീസ് അല്ലെങ്കിൽ 6 ഗ്രാനറീസ് ഒക്കെ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വർക്ക്ഷോപ്പുകളുണ്ട്. ദെൻ എക്സ്റ്റൻഡഡ് ബറിയൽ, കഫിൻ ബറിയൽ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ദെൻ സിമെട്രി എച്ച് എന്നുള്ളതാണ്. ഇത് നമ്മുടെ R37 ഇതൊക്കെ എങ്ങനെയാ പറയല്, അവിടുത്തെ ബറിയൽ പ്രാക്ടീസായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എച്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ബോഡി ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഒരു ഇങ്ങനെ രീതിയിലൊക്കെ എന്ത് ചെയ്യും, സിമെട്രി എച്ച് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ എവിഡൻസ് വീറ്റ് ഗ്രെയിൻസ്, ബുള്ളോ കാർട്ട്, നോഡ് മെയിൽ ടോർസ് എന്ന് വെച്ചാൽ തലയില്ലാത്തൊരു ഫിഗർ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ഫൈൻഡിങ്സ് ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ലോത്തലിലേക്ക് വരികയാണെങ്കിൽ SR റാവു 1954 ലോത്തൽ എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബൊഗാവോ റിവർ ആൻഡ് ആർട്ടിഫിഷ്യൽ ബ്രിക്ക് ഡോക്യാർഡ് ലോത്തലിലാണ് ഉണ്ടായിരുന്നത്. ഗുജറാത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. വെയർ ഹൗസ് ഒക്കെ അവിടെ കാണാം എന്നുള്ളതാണ്. പിന്നെ ക്രാഫ്റ്റ് സെന്റർ ആണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കാര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാൻഹുദാരോയിലേക്ക് വരികയാണെങ്കിൽ എക്സ്കവേറ്റഡ് ബൈ NG മജൂംദാർ. ചാൻഹുദാരോ മജൂംദാർ ഒക്കെ ആലോചിച്ച് വെക്കുക. 1931 ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ സെന്റർ ആയിരുന്നു, ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് ബീഡ് ഫാക്ടറി, അജറ്റ് ആൻഡ് കാർണേലിയൻ തുടങ്ങിയിട്ടുള്ള മുത്തുകളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. ഷെൽ വർക്ക്ഷോപ്പ് ആയിരുന്നു. സോ ക്രാഫ്റ്റ് സെന്റർ ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു. ദെൻ കാളിബംഗാൻ അമലാനന്ദ് ഘോഷ് ആണ് 1953 എക്സ്കവേറ്റ് ചെയ്യുന്നത്. ദെൻ അവിടെ ഫയർ ആൽത്താർസ് കണ്ടെത്തിയിട്ടുണ്ട്. സാക്രിഫിഷ്യൽ പിറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഗ്നികുണ്ഡങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ബറിയൽ ഗ്രൗണ്ടഡ് വിത്ത് ഗ്രേവ് ഗുഡ്സ്, ഇതിനകത്ത് ഒരുപാട് ഗ്രേവ് ഗുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ബാംഗിൾസ്, ഐവറി കോംബ്, അറിയാലോ നമ്മൾ മോഹൻജദാരോന്റെ കാര്യം പറഞ്ഞില്ല. മൗണ്ട് ഓഫ് ഡെഡ് എന്നുള്ളതാണ്, അറിയാം എന്ന് വിചാരിക്കുന്നു. മരിച്ചവരുടെ കുന്ന് എന്നുള്ള അർത്ഥത്തിലാണ് മോഹൻജദാരോക്ക് ആ പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലോത്തൽ, അതിനുശേഷം ചാൻഹുദാരോ, ദെൻ കാളിബംഗാൻ എന്ന വാക്കിന്റെ അർത്ഥം ബ്ലാക്ക് ബാംഗിൾസ് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ. അതൊന്ന് പറഞ്ഞു പോയത് കേട്ടോ. ദെൻ ബൻവാലി എന്ന് പറയുന്നത് ഹരിയാനയിലെ ഹിസാറിലാണ് ബൻവാലി സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് RS ബിസ്റ്റ് ആണ് 1974 അവിടെ എക്സ്കവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫോർട്ടിഫൈഡ് ടൗൺ, സിറ്റാഡൽ പ്ലസ് ലോവർ ടൗൺ രണ്ടും ഫോർട്ടിഫൈ ചെയ്തതായിട്ട് കാണാം. പിന്നെ മൾട്ടി റൂം ഹൗസസ് അവിടെ ഉണ്ടായിരുന്നു. ടെറാകോട്ട പ്ലോ, ഫയർ ആൽത്താർ ബൻവാലി അതുപോലെ തന്നെ കാളിബംഗാനിലൊക്കെ കണ്ടിട്ടുണ്ട്. ദെൻ ടെറാക്കോട്ട പ്ലോ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ദർ വാസ് നോ റിയൽ പ്ലോ എന്നുള്ളതാണ്. ഒരു ഹാരപ്പൻ സൈറ്റിൽ നിന്നും ശരിക്കുള്ള ഒരു കലപ്പ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഒരുപാട് ടെറാക്കോട്ട കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കലപ്പകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇവരുണ്ടാക്കിയ കലപ്പകൾ വുഡൻ ആയിരിക്കും, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് കാലക്രമത്തിൽ നശിച്ചു പോയതായിരിക്കാം എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടായിരിക്കും അതിന്റെ ഒറിജിനൽ കിട്ടാത്തത്. പക്ഷെ അവർ കളിമണ്ണിൽ ഉണ്ടാക്കി ഫിഗർ കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് അത് അറിയാം എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ ലാപ്പിസ് ലസൂലിയൊക്കെ ബൻവാലിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ രാഗിഗഡി എന്നുള്ളതാണ് അമരാനന്ദ്രനാഥ് ആണ് 1997 അത് കണ്ടെത്തുന്നത്. ദെൻ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹാരപ്പൻ സൈറ്റ് ആണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹാരപ്പൻ സൈറ്റ് ആണ് രാഗിഗറി എന്ന് പറയുന്നത്. ആൻഡ് വുഡൻ കഫിൻ ബറിയൽ അവിടുന്ന്, അതായത് മരത്തിന്റെ പെട്ടികൾ കൊണ്ടിലൊക്കെ മരത്തിന്റെ പെട്ടികളിൽ ബറി ചെയ്തതായിട്ടൊക്കെ അവിടുന്ന് കണ്ടിട്ടുണ്ട്. ദെൻ ഡൊമസ്റ്റിക് ഡോഗ് ഡൊമസ്റ്റിക്കേഷൻ ഒക്കെ രാഗിഗറിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ധോളവീരയിലേക്ക് വരികയാണെങ്കിൽ എക്സ്കവേറ്റഡ് ബൈ JP ജോഷി ബിറ്റ്വീൻ മാൻഹർ ആൻഡ് മാൻസർ സ്ട്രീംസ്, അതിന്റെ ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അഡ്വാൻസ്ഡ് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം, ഇതാണ് നോക്കേണ്ടത്. ധോളവീരിനെ പറ്റി എപ്പോഴും ചോദിക്കുന്ന സംഗതിയാണ്. അവിടെ വാട്ടർ മാനേജ്മെന്റ്, പിന്നെ അടുത്തത് മിഡിൽ ടൗൺ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. സോ വാട്ടർ മാനേജ്മെന്റ്, വാട്ടർ റിസർവോയർ ഉണ്ടായിരുന്നത് ധോളവീരയിലാണ്. ദെൻ അവിടെ സ്റ്റോൺ ആർക്കിടെക്ചർ, സാൻഡ് സ്റ്റോൺ ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ ഡിവിഷൻ ലോവർ ടൗൺ, മിഡിൽ ടൗൺ, അപ്പർ ടൗൺ, എല്ലാം ലോവറും അപ്പറും അല്ലെങ്കിൽ സിറ്റാഡലും ലോവർ ടൗണും മാത്രമായപ്പോൾ ധോളവീരന്റെ മാത്രം പ്രത്യേകതയാണ് മിഡിൽ ടൗൺ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു സ്റ്റേഡിയം കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ എല്ലാ സൈറ്റുകളെയും വളരെ പ്രധാനപ്പെട്ട PYQലൊക്കെ വന്നിട്ടുള്ള കുറച്ച് സംഗതികൾ കൂടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. നേരത്തെ പറഞ്ഞ് വന്നിട്ടില്ല എന്നല്ല, പക്ഷെ അതിനകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളോട് സൂചിപ്പിക്കാം. ദെൻ റൈസ്ഡ് സിറ്റാഡൽ കോംപ്ലക്സ് ആൻഡ് ലോവർ സിറ്റി, ഈ പാറ്റേണുകളാണ് മോഹൻജദാരോ, ഹാരപ്പ, കാളിബംഗാനൊക്കെ. അവിടെ സിറ്റാഡലും ലോവർ ടൗണും ഉണ്ട്. ദെൻ സിറ്റാഡൽ, മിഡിൽ ടൗൺ, ലോവർ ടൗൺ, ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നത് ധോളവീരയിലും ആണ്, മറന്നുകൊണ്ട. പിന്നെ സിറ്റാഡൽ കോംപ്ലക്സ് വിത്തിൻ ദ മെയിൻ സെറ്റിൽമെന്റ്, അതായത് ഈ നേരത്തെ പറഞ്ഞു ഈസ്റ്റിലും വെസ്റ്റിലും ആയിട്ട് ഇവിടെ ലോവർ ടൗൺ സിറ്റാഡലും ഇവിടെ ലോവർ ടൗണും ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ എന്നാൽ ഈ ലോത്തല്, സുർക്കോട്ട ഇവിടെയൊക്കെ എന്താണ് സെപ്പറേറ്റ് ആയിട്ടല്ല കിടക്കുന്നത്, ഒരേ കോംപ്ലക്സിനകത്ത് തന്നെ
ഒന്ന് എലിവേറ്റഡ് ആയിട്ട് ആരുണ്ട്, ഈ പറഞ്ഞ സിറ്റാഡൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ സിറ്റാഡൽ ഇല്ലാത്ത ഒരു സിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സൈറ്റ് ആണ് ചാൻഹുദാരോ എന്ന് പറഞ്ഞത്. എന്നാൽ വെച്ചാൽ സി ആണ്, അവിടെ സിറ്റാഡൽ ഇല്ല. സമയം അടുത്തൊരു ലെറ്റർ ആണ്, ഒന്ന് അധികം ഉണ്ട് അവിടെ, ധോളവീര, ഡി ആണ് നെക്സ്റ്റ് ലെറ്റർ ആണ്. ഇങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ ഓർത്ത് വെക്കാറ് കേട്ടോ. ഇനി ഇമ്പോർട്ടന്റ് ക്രാഫ്റ്റ് സെന്റർ സ്റ്റീറ്റൈറ്റ് ബീഡ് ഫാക്ടറിക്കാണ് ഷെൽ വർക്കിംഗ്, സീൽ മേക്കിംഗ്, ഇങ്ങനെയുള്ള സ്റ്റോൺ വെയിറ്റ് മേക്കിംഗ് ഒക്കെ എന്താണ് പറയല്, ഈ പറഞ്ഞ ചാൻഹുദാരോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, ക്രാഫ്റ്റ് സെന്റർ ആയിരുന്നു. ഇതിന് കാളിബംഗാളിൽ ബോത്ത് സിറ്റാഡൽ ആൻഡ് ലോവർ ടൗൺ ഫോർട്ടിഫൈഡ്. കാളിബംഗാളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടും ഫോർട്ടിഫൈഡ് ആയിട്ട് കാണാം. പിന്നെ ടെറാക്കോട്ട പ്ലോ കണ്ടെത്തിയിട്ടുള്ളത് ബൻവാലി, ബഹാവൽപൂർ എന്നൊക്കെ ഈ പറഞ്ഞ ടെറാക്കോട്ട പ്ലോ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മോഹൻജൊദാരോയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 700-ലധികം കിണറുകൾ ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, കോളേജ് ഓഫ് പ്രീസ്റ്റ്, പില്ലാർഡ് ഹാൾ, ഫോർട്ടിഫിക്കേഷൻ, പ്രീസ്റ്റ് കിങ്, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ മോഹൻജൊദാരോയുടെ സവിശേഷതകളാണ്. ഹാർപ്പിലേക്ക് വരികയാണെങ്കിൽ വെൽസിന്റെ എണ്ണം കുറവായിരുന്നു, എന്നാൽ 16 കോപ്പർ ഫർണസ് അവിടുന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഗ്രാനറീസ് കണ്ടിട്ടുണ്ട്. ദെൻ മേൽ ടോർസോ എന്ന് വെച്ചാൽ വിത്തൗട്ട് ഹെഡ്, തലയില്ലാത്ത ഫിഗറും കണ്ടിട്ടുണ്ട്. ദെൻ ധോളവീരയിലേക്ക് വരികയാണെങ്കിൽ ഫ്യൂ വെൽസ്, കിണറുകൾ കുറവായിരുന്നു. പിന്നെ അവിടെ എന്തുണ്ടായിരുന്നത്, ബട്ട് വാട്ടർ റിസർവോയേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ വുഡൻ സൈൻ ബോർഡും ധോളവീരയിൽ നിന്ന് കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ സൈൻ ബോർഡ് ആണെന്ന് തോന്നുന്ന സംഗതി ധോളവീരയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ബനവാലിയിലും കാളിബംഗാലിലൊക്കെ ഫയർ അൽത്താർ ഉണ്ടായിരുന്നു, പറഞ്ഞു കഴിഞ്ഞു. ബിർറനയിൽ നിന്ന് ഒരു മോഹൻജൊദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഡാൻസിങ് ഗേളിന്റെ അതേപോലത്തെ ഒരു ഫിഗർ ഡാൻസിങ് ഗേളിൻ്റെത് ബിർറന എന്ന് പറയുന്ന ഹരിയാനയിലെ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ കറാച്ചിയിലെ അല്ലാദിനോ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അല്ലാദിനോ ഈസ് അൺഫോർട്ടിഫൈഡ്. അല്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. അൺഫോർട്ടിഫൈഡ് എന്ന് വെച്ചാൽ ഫോർട്ടിഫൈഡ് അല്ല, അല്ലാദിനോ ഫോർട്ടിഫൈഡ് അല്ലായിരുന്നു എന്ന് ആലോചിക്കുക. ദെൻ ചാൻഹുദാരോ, ലോത്തൽ, ഇതൊക്കെ എന്താണ്, ബീഡ് മേക്കിംഗ് സെന്റേഴ്സ് ആണ്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. ഇനി ഷെൽ വർക്കിംഗ് സെന്റേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ എന്താണ് ചാൻഹുദാരോയുടെ ഒക്കെ അപ്പുറത്ത് നാഗേശ്വർ ഗുജറാത്തിലാണ് ചാൻഹുദാരോ, ബലാക്കോട്ട്, കുണ്ടസി, ധോളവീര, രംഗ്പൂർ, ലോത്തൽ, നഗ്വാദ, ബഗാസ്ര. ഇതിനകത്ത് ഈ നീല കളറിൽ കൊടുത്തിട്ടുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ അതൊക്കെ എന്താണ്, ഷെൽ വർക്കിംഗ് സെന്റേഴ്സും ആയിരുന്നു എന്നും ആലോചിക്കുക. പിന്നെ ക്ലേ മോഡൽസ് ഓഫ് ബോട്ട്, അതായത് ബോട്ടിന്റെ ക്ലേ മോഡൽ കണ്ടെത്തിയത് ഒന്ന് ലോത്തിൽ നിന്നാണ്, മറ്റൊന്ന് ഹാരപ്പയിൽ നിന്നും ആണ്. വെയിറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ചെറിയ വെയിറ്റുകൾക്ക് ഈ പറഞ്ഞ ബൈനറി ആണെങ്കിൽ, വലിയ വെയിറ്റുകൾക്ക് ഡെസിമൽ ആണ് ഫോളോ ചെയ്തിട്ടാണ്. അതുപോലെ മറ്റൊരു സംഗതിയാണ് ഷോർട്ടുഗായ്. ഷോർട്ടുഗായ് എന്ന് പറയുന്നത് ഹാരപ്പക്കാരുടെ ഒരു ട്രേഡിംഗ് ഔട്ട് പോസ്റ്റ് ആണ്, ലൊക്കേറ്റഡ് അറ്റ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഹാരപ്പക്കാരുടെ ഒരു ട്രേഡിംഗ് ഔട്ട് പോസ്റ്റ് ആണ് ഷോർട്ടുഗായ് എന്ന് പറയുന്നത്. എക്സാമിന് വരാറുണ്ട് കേട്ടോ. ഇനി ഹാരപ്പൻ സിവിലൈസേഷന്റെ ഡീക്ലൈനിലേക്ക് പോവുകയാണ്. ഡീക്ലൈനോട് നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതോടുകൂടി ഹാരപ്പൻ സിവിലൈസേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതിന്റെ PYQ ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നമ്മൾ വേറെ തന്നെ കണ്ടക്ട് ചെയ്യും. ഡീക്ലൈൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് വരികയാണെങ്കിൽ സ്കോളേഴ്സ് ആൻഡ് തിയറീസ്, അത് ഇത് എക്സാമിന് എന്താണ് പറയുക, ഒരുപാട് പ്രാധാന്യമുള്ള, മിക്കവാറും എല്ലാ സമയത്തും ചോദിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ ഹാരപ്പയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. പിന്നെ മറ്റുള്ള എക്സാമുകൾക്കൊക്കെ ഈ പറഞ്ഞ സെറ്റ് എക്സാം ആവട്ടെ, അതുപോലെ HSST ആവട്ടെ, ഇതിലൊക്കെ നിരന്തരം ചോദിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഈ പറഞ്ഞ ഹാരപ്പൻ ഡീക്ലൈൻ തിയറീസ് എന്ന് പറയുന്നത്. സോ അതിൽ ഒന്നാമത്തതാണ് ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറയുന്നത്. ആര്യൻ ഇൻവേഷൻ തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാളാണ് രാമപ്രസാദ് ചന്ദ. 1926 അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആര്യൻ ഇൻവേഷൻ തിയറി ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് RP ചന്ദ, രാമപ്രസാദ് ചന്ദയാണ്. ആൻഡ് മോർട്ടിമർ വീലർ 1947 ഈ ഒരു ആര്യൻ ഇൻവേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാല് ഇവിടെ ഒരുപാട് സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരു ഇൻവേഷന്റെ തെളിവുകളാണ്. ഫോർ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് വെച്ചാല് മോഹൻജൊദാരോയിൽ നമ്മൾ ഏതാണ്ട് ഒരു 36 സ്കെൽട്ടൺ എന്ന് വെച്ചാൽ 36 സ്കെൽട്ടണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ഈ സ്കെൽട്ടന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കൂട്ടക്കൊലയുടെ തെളിവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. സോ അദ്ദേഹം കൂട്ടക്കൊല ഉണ്ട്, അതുകൊണ്ട് തന്നെ ആര്യൻ ഇൻവേഷൻ അല്ലെങ്കിൽ ആര്യന്മാർ വന്നിട്ട് ഹരപ്പയിലെ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം അതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആര്യൻ ഇൻവേഷൻ നടന്നു എന്ന് പറയുന്നു. ആൻഡ് ഈ സ്കെൽട്ടൺ, പക്ഷേ ഈ തിയറി ആര്യൻ ഇൻവേഷൻ പിന്നീട് റോങ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ സ്കെൽട്ടണുകളൊന്നും ഒരേ സമയം മരിച്ച ആൾക്കാരല്ല. ഓക്കെ, അതായത് കൂട്ടക്കൊലയാണെങ്കിൽ ഒരേ സമയം മരിച്ച ആൾക്കാർ ഇതാവണല്ലോ. സോ ഇത് പല സമയത്ത് മരിച്ച ആൾക്കാരായിട്ടാണ് പിന്നീട് അതിനെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ സ്കെൽറ്റണിൽ പല ആൾക്കാർക്കും വൂണ്ടുകളുണ്ട്, അതായത് ആക്രമണത്തിന്റെ തെളിവുകളുണ്ട്. മോർട്ടിമർ വീലർ പറഞ്ഞത് ആക്രമണം നടന്നത് അല്ലെങ്കിൽ കൈയൊക്കെ മുറിഞ്ഞു പോയ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, ഈ പറഞ്ഞ അറ്റാക്കിലൂടെ സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഇൻവേഷനിലൂടെ സംഭവിച്ചതാണ് എന്നാണ്. പക്ഷെ പിന്നീട് മനസ്സിലാവുന്നത്
ഈ കൈയൊക്കെ മുറിഞ്ഞ ആൾക്കാർ മരിച്ചിട്ടുള്ളത് പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ്. സോ അവര് ആ ഒരു അറ്റാക്കിൽ മരിച്ചു പോയതല്ല എന്ന് മനസ്സിലാവുന്നു. പിന്നെ ഈ പറഞ്ഞ സ്കെൽട്ടണുകളെല്ലാം ഓരോരുത്തല്ല ഉള്ളത്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതേ എന്താണ് പറയുക കുറച്ച് കുറച്ച് കൂട്ടങ്ങളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ മരിച്ച ആൾക്കാരായിട്ടാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നമുക്ക് ആര്യൻ തിയറിനെ പ്രൂവ് ചെയ്യാൻ പറ്റൂല എന്നാണ് പിൽക്കാലത്ത് സ്കോളേഴ്സ് അതിനെപ്പറ്റി അവകാശപ്പെടുന്നത്. അതുപോലെ ആര്യൻ ഇൻവേഷൻ ഉണ്ട് എന്ന് പറയാൻ മോർട്ടിമർ വീലറിന്റെ മറ്റൊരു തെളിവാണ് ഹരിയപുര അല്ലെങ്കിൽ ഹരിയപുര എന്നാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഋഗ്വേദത്തിൽ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ഹരപ്പ എന്ന്, ഹാരപ്പ ആണ് ഹരിയപുര എന്ന് ഋഗ്വേദത്തിൽ പറയുന്നത്. ഋഗ്വേദം ആര്യൻസിൻ്റെതാണ്. സോ ആര്യൻസിന്റെ ഈ ഹാരപ്പ അവർക്ക് ഇൻവേഡ് ചെയ്ത് ഒരു കണ്ടെത്തിയ ഒരു കാര്യമായിരുന്നു എന്നൊക്കെയാണ് മോർട്ടിമർ വീലർ അത് വെച്ച് പറയുന്നത്. സ്കെൽട്ടൺ റിമൈൻസ് അറ്റ് മോഹൻജാര എവിഡൻസ് ഓഫ് മാസക്കർ ബൈ ആര്യൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആൾട്ടർനേറ്റീവ് നരേറ്റീവ്, അതായത് ആര്യൻ തിയറിനെ റെഫ്യൂട്ട് ചെയ്യുന്നതാണ്. PV ഖാന് പറയുന്നത് അദ്ദേഹം ആര്യൻ ഇൻവേഷൻ എന്നുള്ളതിനെ പ്രോപ്പറായിട്ട് റിജക്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്, അത് ശരിയാവില്ല എന്ന് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. ദെൻ BB ലാൽ പറയുന്നത് ആർക്കിയോളജി എവിഡൻസ് ഡസ് നോട്ട് സപ്പോർട്ട് ഇൻവേഷൻ കൾച്ചറൽ കണ്ടിന്യൂറ്റി, അതായത് അവിടെ ഒരു ഇൻവേഷന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു ഇൻവേഷനിലൂടെ തകർന്നാണെങ്കിൽ ഒറ്റയടിക്ക് തകരുമല്ലോ, പക്ഷെ അങ്ങനെ ഒരു തകർച്ച അല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു കണ്ടിന്യൂറ്റി ആണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ തകരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പല സ്ഥലത്തും അത് തുടരുകയും ചെയ്തിട്ടുണ്ട്. സോ ദർ ഈസ് ആബ്സെൻസ് ഓഫ് ഇൻവേഷൻ എന്നാണ് BB ലാൽ അഭിപ്രായപ്പെടുന്നത്. ദെൻ ജോർജ് F ആലസ്, അതുപോലെ MR സാഹിനി, റോബർട്ട് L റൈറ്റ്സ് ഇവരൊക്കെ പറയുന്നത് വെച്ചാല് ആര്യൻ ഇൻവേഷൻ ഒരു തെളിവില്ല, നോ എവിഡൻസ് ഓഫ് മാസക്കർ, കൂട്ടക്കൊലക്ക് തെളിവില്ല. പിന്നെ സ്കെൽട്ടൺസ് ഒക്കെ ഒരേ സമയമല്ല, പല പല സമയത്താണ്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് വെച്ചാൽ അതിന്റെ കാരണം മിക്കവാറും റിപ്പീറ്റഡ് ഇൻഡസ് ഫ്ലഡ് ആയിരിക്കും ഡിക്ലൈനിലേക്ക് നയിച്ചിട്ടുള്ളത്. അതുപോലെ ടെക്ടോണിക് മൂവ്മെന്റ്സ് ലെഡ് ടു മോഹൻജദാരോ ഫ്ലഡ്, പല പല ടെക്ടോണിക് പ്ലേറ്റുകൾ ഇടിക്കുന്നതൊക്കെ മോഹൻജദാരോയിൽ ഫ്ലഡ് ഉണ്ടാവുന്നതിലേക്കൊക്കെ നയിച്ചിട്ടുണ്ട്. ദെൻ റോക്ക് ഫാൾട്ടിങ് അറ്റ് സിവാൻ ആൾട്ടേർഡ് ഡ്രൈനേജ്, എന്നുവെച്ചാൽ ഇവിടെ ഡ്രൈനേജിനൊക്കെ ഒരുപാട് തകർച്ച വന്നു, അതൊക്കെ കൊണ്ടൊക്കെയാണ് ഇത് തകർന്നത് എന്നൊക്കെയാണ് ഇവരുടെ അഭിപ്രായം. ഇനി അടുത്തത് എക്കോളജിക്കൽ ആൻഡ് എൻവിയോൺമെന്റൽ തിയറീസ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട വക്താക്കളാണ് HT ലാംബ്രിക്. അദ്ദേഹം പറയുന്നത് ഇൻഡസ് റിവർ ചേഞ്ച് ഇറ്റ്സ് കോഴ്സ് 30 miles ഈസ്റ്റ് വാർഡ്, അതായത് 30 മൈൽ ഈസ്റ്റ് വാർഡ് കിഴക്കിലേക്ക് എന്ത് ചെയ്യുന്നു, റിവർ ഇൻഡസ് അതിന്റെ ശരിക്കുള്ള ഒഴുകുന്ന പാത്ത് മാറ്റി, അല്ലെങ്കിൽ അതൊരു ഫ്ലഡിന്റെ ഭാഗമായിട്ട് മാറി എന്നൊക്കെയാണ് HT ലാംബ്രിക് പറയുന്നത്. അത് സിവിലൈസേഷൻ തകരുന്നതിലേക്ക് നയിച്ചു. ദെൻ സ്റ്റാർവ്ഡ് മോഹൻജദാരോ ഓഫ് വാട്ടർ ലീഡിങ് ടു അബാൻഡൻമെന്റ്, അവസാനം ഇവർ എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഒഴിവായി പോയി എന്നാണ് അവർ പറയുന്നത്. പിന്നെ MR മുഗൾ അല്ലെങ്കിൽ മുഹമ്മദ് റഫീഖ് മുഗൾ എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് സ്റ്റഡീഡ് ഗാഗർ ഹക്ര റിവർ സിസ്റ്റം, ഈ സ്റ്റഡീഡ് ഗാഗർ ഹക്ര. ദെൻ ടെക്ടോണിക് മൂവ്മെന്റ് ചേഞ്ച് കോഴ്സ് ഓഫ് സത്ലജ് ആൻഡ് യമുന. സോ ഇങ്ങനെയുള്ള ടെക്ടോണിക് മൂവ്മെന്റ് ആണ് റിവർ കോഴ്സ് മാറ്റിയിട്ട് സത്ലജിന്റെയും യമുനയുടെയും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ദെൻ റെഡ്യൂസ്ഡ് വാട്ടർ ഫ്ലോ ഇൻ ടു ഗാഗർ, അതുകൊണ്ട് തന്നെ ഗാഗറിലേക്ക് വെള്ളം കിട്ടാതെ ആവുന്നു. സ്വാഭാവികമായിട്ടും റിവർ വറ്റി വരണ്ടു, അതുകൊണ്ട് ആ സിവിലൈസേഷന്റെ നാശത്തിലേക്ക് അത് പോയി എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ദെൻ സോ ഇത്തരത്തിൽ അവിടെയുള്ള സൈറ്റുകളൊക്കെ തകർന്നു അല്ലെങ്കിൽ അത് ഡീക്ലൈൻ ചെയ്തു എന്നുള്ളത്. പിന്നെ ഷിറിയൻ രത്നാകർ പറഞ്ഞ ഡീക്ലൈൻ ഇൻ ഹാരപ്പൻ ട്രേഡ്, രത്നാകർ പറഞ്ഞ ട്രേഡിലെ തകർച്ചയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡീക്ലൈനിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ലാപ്പിസ് ലസൂലി വിത്ത് മെസോപ്പൊട്ടേമിയ, ഇതിന്റെയൊക്കെ തകർച്ച നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് വീക്കെൻഡ് അർബൻ എക്കണോമി, സ്വാഭാവികമായിട്ടും പുറത്തു രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിലെ തകർച്ച എന്ന് പറയുന്നത് അർബൻ എക്കണോമിയുടെ തകർച്ചയിലേക്ക് നയിക്കുന്നു. ആൻഡ് ഗ്രാജുവലി അതെന്ത് ചെയ്യുന്നു, അവിടെ ഒരു കച്ചവട തകർച്ചയിലേക്ക് എത്തുകയും ആ സിവിലൈസേഷൻ ഇല്ലാതെയാവുകയും ചെയ്തു എന്നുള്ളതാണ്. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ സംബന്ധിച്ചാണ്. ആൻഡ് അവരുടെ തുടക്കം എങ്ങനെയായിരുന്നു, ട്രേഡ് എങ്ങനെയായിരുന്നു, സൊസൈറ്റി എങ്ങനെയായിരുന്നു, അതുപോലെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ സംഗതികളും നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ കൂടുതൽ സംഗതികൾ PYQന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ആ സമയത്ത് നമ്മൾ പറയും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാതും, ബട്ട് അതിനകത്ത് കൂടുതൽ അറിയേണ്ട ഒരു സംഗതിയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അഭിമാനകരമായിട്ടുള്ള സംസ്കാരം അല്ലെങ്കിൽ നാഗരികതയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ വി മസ്റ്റ് ഗിവ് ദാറ്റ് കൈൻഡ് ഓഫ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്തായാലും തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.